ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവീവ് ഡിജിറ്റൽ ടോക്സ്. നമ്മുടെ കൂടെ ഇന്ന് എമിൽ എജിയാണ്. ആള് ഇ കോമേഴ്സ് കൺസൾട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ ഇ കോമേഴ്സിനകത്ത് നല്ലൊരു എക്സ്പീരിയൻസ് ഹോൾഡ് ചെയ്യുന്ന ഒരാളാണ്. പേഴ്സണലി എനിക്ക് ഇ കോമേഴ്സിൻ്റെ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ഞാൻ എമിലിനോടാണ് ചോദിക്കാറ്. സോ ഇന്ന് നമ്മൾ ഒരു ബേസിക്കലി ഇ കോമേഴ്സിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആസ് എൻ എ കരിയർ വൈസ് ഇപ്പം എങ്ങനെയായിരിക്കും ഇ കോമേഴ്സ് സെക്ഷനകത്ത് ഒരു കരിയർ പ്ലാൻ ചെയ്യിപ്പം എങ്ങനെയായിരിക്കും കരിയർ പ്ലാൻ ചെയ്യേണ്ടത്, അതിനെപ്പറ്റിയാണ് കൂടുതൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഓവർ ടു എമിൽ. എമിൽ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, എങ്ങനെ നീ ഈ കരിയറിലേക്ക് വന്നു? ലൈക്ക് ആസ് എ ഇ കോമേഴ്സ് കൺസൾട്ടന്റ് എങ്ങനെയായി? ലൈക്ക് സോ ഞാൻ തുടങ്ങിയത് ഇ കോമേഴ്സിലല്ല. സോ ഐ എം എൻ എഞ്ചിനീയർ ബൈ ഡിഗ്രി എന്ന് പറയുകയാണെങ്കിൽ ഒരു എഞ്ചിനീയർ ആണ്, കമ്പ്യൂട്ടേഴ്സ് എഞ്ചിനീയർ ആണ്. നെവർ വാണ്ടഡ് ടു ഡു കമ്പ്യൂട്ടേഴ്സ് എഞ്ചിനീയറിംഗ്. എനിക്ക് കൂടുതലും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലാണ് താല്പര്യം. ബിക്കോസ് ഐ എം എ ഫാൻ ഓഫ് ഓർ ഇന്ന് വരെയും മോഡിഫിക്കേഷൻ, കാർ മോഡിഫിക്കേഷൻ, ഓട്ടോമോട്ടീവ് മോഡിഫിക്കേഷനിൽ ഭയങ്കര ക്രേസ് ഉള്ളൊരു ഭയങ്കര പ്രാന്തുള്ള ഒരാളാണ്. ഇന്നും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ മെക്കാനിക്കൽ പഠിക്കണമെന്ന്, ബട്ട് ഡിഡ്ന്റ് ഹാപ്പൻ. സോ ദെൻ എൻഡഡ് അപ്പ് ഡൂയിങ് കമ്പ്യൂട്ടർ സയൻസ്. സംഭവം അത് ചെയ്ത് തീർത്തു, എങ്ങനെയോ കഷ്ടപ്പെട്ട് എഞ്ചിനീയറിംഗ് തീർത്തു. ബട്ട് ദെൻ എനിക്ക് ഒരിക്കലും ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിൽ പോയിട്ട് വർക്ക് ചെയ്യാൻ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. സോ ഐ വാണ്ട് ടു ഡു സംതിങ് ഡിഫറെന്റ്, ബിക്കോസ് കോഡിംഗ് എന്ന് പറഞ്ഞ സാധനം അറിയണമെന്നില്ല. ആൻഡ് ഇഫ് യു വാണ്ട് ടു ഗെറ്റ് ഇൻ ടു സോഫ്റ്റ്വെയർ ജോബ്, അന്നത്തെ കാലത്ത് I was in the assumption that coding അറിയണം എന്നുള്ളത്. And there was no proper person or mentor ആ ഒരു സമയത്ത്, including my parents also, because പാരൻസിനും അതിനെപ്പറ്റി ഐഡിയ ഇല്ല. സോ ഐ ഹാഡ് ടു ഫിഗർ ഔട്ട് മൈ ഓൺ തിങ്. അങ്ങനെ എൻ്റെ ഒരു നെയ്ബർ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞൊരു ഫീൽഡ് ഉണ്ട്, നീ വേണമെങ്കിൽ അത് ട്രൈ ചെയ്ത് നോക്കുന്നു പറഞ്ഞിട്ട് ഞാനൊരു കോഴ്സ് ചെയ്തു ചെന്നൈയിൽ തന്നെ. സോ ഐ എം ബോൺ ആൻഡ് ബോട്ട് അപ്പ് ഇൻ ചെന്നൈ. അപ്പോൾ അങ്ങനെ അത് പഠിച്ചു. പക്ഷെ അഗൈൻ ഇറ്റ് വാസ് എ വെരി തിയററ്റിക്കൽ തിങ്. അന്ന് ഇത് പ്രാക്ടിക്കലായിട്ട് അറിയണം, കാര്യങ്ങൾ ചെയ്യണം, എനിക്കൊരു ഐഡിയ ഇല്ല. ജസ്റ്റ് ഒരു കോഴ്സ് കിട്ടി, ചെയ്തു, എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ ചെയ്യണം. സോ വൈൽ ഐ വാസ് ഇൻ മൈ സ്കൂളിംഗ്, ഐ വാസ് ഇൻ ടു ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി. ഇതൊക്കെ ഞാൻ സർവീസ് ആയിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഐ വാസ് ഡൂയിങ് ഓട്ടോമോട്ടീവ് ഷൂട്ട്സ് ഫോർ കമ്പനീസ് ലൈക്ക് സെറാമിക് പ്രോ ഈ സെറാമിക് കോട്ടിംഗ് കാർ ചെയ്യുന്ന കമ്പനീസ്. സോ ഇവർക്ക് എന്തെങ്കിലും വെഹിക്കിൾസ് വരാണെങ്കിൽ they used to call me, and per shoot I used to get around 5,000 rupees. This was my income. ഇതാണ് എന്റെ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി വാസ് മൈ. സോ ഐ സ്റ്റാർട്ടഡ് earning from 11th standard. So I used to do photo shoots, portrait shoots ചെയ്യും. ഫ്രണ്ട്സിന് 500 രൂപ കിട്ടും ഒരു ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ. ദാറ്റ്സ് ഹൗ മൈ എൻറ്റയർ. ആൻഡ് മമ്മി അന്നൊക്കെ കുറെ തെറിയൊക്കെ പറയും, നീ എന്താ പഠിക്കാത്ത, അങ്ങനെയാണ് ഇങ്ങനെയാണ്. സോ ദാറ്റ്സ് ഹൗ മൈ കരിയർ. അവിടുന്നാണ് ഏർണിംഗ് തുടങ്ങിയത്. ആൻഡ് അങ്ങനെ I was doing this photography because when all of my friends went to big companies like Infosys, Wipro, idilakku poyappo I am the only one who didn't do. I tried for an MBA which flunked. അത് ശരിക്കും നടന്നില്ല. സോ ദെൻ മൈ ഓൺലി ഓപ്ഷൻ ഫോർ മീ ടു സ്റ്റാർട്ട് ഏർണിംഗ് വാസ് ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി. അത് ചെയ്യുന്ന സമയത്താണ് പെട്ടെന്ന് ഒരു ദിവസം ഐ എം ഗെറ്റിംഗ് എ കോൾ ഫ്രം എൻ HR കൺസൾട്ടൻസി ഏജൻസി. ഇവർ പറഞ്ഞു, ഇങ്ങനെ ഒരു ഓപ്പണിംഗ് ഉണ്ട്, നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്, നിങ്ങൾക്ക് ജോബ്. സോ ദേ ഫൗണ്ട് മൈ പ്രൊഫൈൽ ഓൺ നൗക്കറി. അപ്പോൾ ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഐ ഹാഡ് അപ്ലോഡഡ് മൈ റെസ്യൂമെ ഇൻ നൗക്കറി. അപ്പോൾ ഇതിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചിട്ടുണ്ടെന്നുള്ളതും ഞാൻ അതിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓക്കെ, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി നോക്കിയപ്പോൾ ഇറ്റ് വാസ് എൻ MNC കമ്പനി, ഒരു മൾട്ടിനാഷണൽ കമ്പനിയാണ്. വേർ ദേ ഹാഡ് ഓഫീസസ് ഓൾ ഓവർ ദ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തായിരുന്നു. ഇറ്റ് വാസ് ജസ്റ്റ് 2 അത് കോളേജ് മുമ്പേ കോഴ്സ് ചെയ്തു. സോ ഇൻ മൈ 4th year I was free. പ്രൊജക്ട് മാത്രമേ കൊടുക്കുള്ളൂ. സോ അതിൽ 2 months I went for വീക്കെൻഡ്സ് ആണ് ക്ലാസ്സസ്. കോളേജ് ആണെങ്കിലും എനിക്ക് ജസ്റ്റ് ഒരു ദിവസം 2 hours ഒക്കെ പോയാൽ മതി. എന്നുവെച്ചാൽ ഇൻ എ വീക്ക് ഓൾസോ I just need to go to college in 2 days ഒരു വീക്ക്. സോ I had plenty of time. അപ്പൊ ഫോട്ടോഗ്രാഫി ചെയ്യും, ക്ലാസ്സിന് പോകും, ഇങ്ങനെ പഠിക്കും. അങ്ങനെ തെണ്ടി തിരിഞ്ഞ് നടക്കുന്ന ഒരാളായിരുന്നു ഞാൻ, ടു ബി വെരി ഓണസ്റ്റ്. ഓക്കെ, അങ്ങനെ ഈ ഇന്റർവ്യൂവിന് പോയി. ഇറ്റ് വാസ് ഓൾസോ 42 kilometers away from my home ഓഫീസ്. സോ ഇറ്റ് വാസ് ഔട്ട്സ്കേർട്സ് ഓഫ് ചെന്നൈ, സിർസേരി എന്ന് പറയും. സോ അവിടെ പോയി luckily I got that job. Driving ആയിരുന്നു ഡെയിലി? അല്ല, സോ ഓഫീസിന്റെ തന്നെ ക്യാബും ബസ്സൊക്കെ ഫെസിലിറ്റീസ് ഉണ്ടായിരുന്നു. സോ somehow got the job. Out of 20 people who came for that interview, they selected me because I was a fresher. And അവർക്ക്, I mean, maybe luckily or I was lucky enough to get that job without any campus placements. എനിക്ക് അവിടെ ജോലി കിട്ടി. And yeah, so my starting salary was 12,000 rupees. അപ്പോൾ എനിക്ക് അന്ന് പൈസ എന്നൊരു സാധനം wasn't a big factor. അന്ന് എനിക്ക് എവിടെയെങ്കിലൊക്കെ എത്തിപ്പെടണം എന്നുള്ള ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ അവിടെ 12,000 rupees സാലറി. ബട്ട് ഫസ്റ്റ് സാലറി വന്നപ്പോഴാണ് മനസ്സിലായത് അത് 12,000 അല്ല, ഇറ്റ്സ് 6,700. ടു ബി വെരി എക്സാക്ട്, ഇറ്റ്സ് 6,700 rupees I got. ബാക്കിയുള്ള എമൗണ്ട് എൻ്റെ PF, TDS, ടാക്സ്, അത് ഇതെന്ന് പറഞ്ഞിട്ട് കുറെ ഇറ്റ് യൂസ് ടു. I also had to pay for my bus also. 2,300 rupees per month ബസ്സിന് മാത്രം കൊടുക്കണം, though it was a company bus. But then അന്ന് my parents were like, നീ 6,000 രൂപ വെച്ചിട്ട് നീ എന്ത് ചെയ്യാനാ, like what are you going to give to the family? But അന്ന് എനിക്ക് അങ്ങനെ വലിയ ഒരു എന്താ പറയാ, my dad was taking care, my mom was also working.
So parents were taking care of the financial part. But then ഒരു പോയിന്റ് ലൈഫിൽ വരുമല്ലോ where you have to manage your entire thing, take care of your family. ഞാൻ ഒറ്റ മോനാണ്, who else is there? It's me who have to take care of it. അങ്ങനെ ഞാൻ പറഞ്ഞു മമ്മി എന്തായാലും കയറി, ലെറ്റ് മീ സീ ഹൗ ഇറ്റ് ഇസ് ഗോയിങ്. ബട്ട് ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന ഒരു നെഗറ്റീവ് ഇമ്പാക്ട് എന്ന് വെച്ചാൽ പീപ്പിൾ അറൌണ്ട് മീ, എൻ്റെ ചേർച്ചിലാവട്ടെ, എൻ്റെ റിലേറ്റീവ്സ് ആവട്ടെ, ഫാമിലീസ് ആവട്ടെ, everybody started talking negative. എന്നുവെച്ചാൽ ഇവൻ എന്താ കാണിക്കുന്നത്, 10 ലക്ഷം സ്പെൻഡ് ചെയ്തിട്ട് now he's going for 6,000, ഇതിനാണോ പഠിച്ചത്? This was a kind of negative. എനിക്ക് ഭയങ്കര അഫക്ട് ചെയ്യാൻ തുടങ്ങി. So then one thing that I took a decision was I kept a goal in life. അതായത് ഇവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഞാൻ പ്രൂവ് ചെയ്ത് കാണിക്കണം. വിത്തിൻ മേ ബി 5 to 7 ഇയേഴ്സിന്റെ ഉള്ളിൽ ഏതെങ്കിലും ഒരു കമ്പനിയുടെ തലപ്പത്ത് ഇരിക്കണം എന്നുള്ളത് എൻ്റെ ഒരു ഗോളായിരുന്നു. ദാറ്റ് വാസ് ദ ഫസ്റ്റ് തിങ് ദാറ്റ് ഐ ഡിഡ് മൈ കരിയർ വേർ ഐ വാസ് സെറ്റിംഗ് എ ഗോൾ ഫോർ മൈസെൽഫ്. ബിക്കോസ് ഞാൻ ഇപ്പൊ അന്ന് ഞാൻ ആ ഗോൾ എടുത്തില്ലെങ്കിൽ ഐ വുഡന്റ് ഹാവ് റീച്ച്ഡ് ടിൽ വാട്ട് എവർ ഐ എം ഡൂയിങ് റൈറ്റ് നൗ. ഇറ്റ്സ് ഓൾ ബിക്കോസ് ഓഫ് ദാറ്റ് വൺ സ്റ്റെപ്പ് ദാറ്റ് ഐ ടുക്ക് ഇൻ മൈ കരിയർ ഏർലി ഡേ. ഇവിടേക്ക് എത്താൻ പറ്റി. സോ ഇന്ന് ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്താൽ വെനവർ യു സ്റ്റാർട്ടിംഗ് എ കരിയർ ഹാവ് എ ഗോൾ ഇൻ മൈൻഡ്, അല്ലെങ്കിൽ യു ഡോണ്ട് നോ വേർ യു എക്സാക്ട്ലി വോണ്ട് ടു ഗോ. അങ്ങനെ ഒരു ഗോൾ വെച്ചു. ഐ വർക്ക്ഡ് ഇൻ ദ കമ്പനി 1.5 year. ഐ പുട്ട് മൈ ഹാർട്ട് ആൻഡ് സോൾ ഇൻ ടു ദ കമ്പനി. പൈസ എന്നുള്ള കാര്യം നോക്കിയില്ല. ഞാൻ അവിടെ ശരിക്കും ബൈ ഐ വാസ് റിസൈനിങ് ഫ്രം ദ കമ്പനി ആഫ്റ്റർ 1.5 years. ഐ വാസ് ഡൂയിങ് 4 people's job. സോ ഞാൻ വോളണ്ടിയർലി പോയിട്ട് അവിടെ നിന്ന് ഒരു എംപ്ലോയി പോണ സമയത്ത് ഞാൻ എൻ്റെ മാർക്കറ്റിംഗ് മാനേജറോട് പോയി പറയും, ഞാൻ ആ പണിയെടുക്കാം, ഞാനത് പഠിക്കട്ടെ, എനിക്ക് ഇത് പുതിയ ലേണിംഗ് ആണല്ലോ. സോ ഐ വാസ് ഇൻ ലൈക്ക് എ ലേണിംഗ് മെന്റാലിറ്റി. ബിക്കോസ് ഞാൻ ഒരു കാര്യം വെൻ ഐ സ്റ്റാർട്ടഡ് ലുക്കിംഗ് അറ്റ് ബിഗർ പീപ്പിൾ ഇൻ ദ ഇൻഡസ്ട്രി, ഒരു കാര്യം മനസ്സിലായെന്ന് വെച്ചാൽ യു ക്യാൻ ഓൺലി ഗ്രോ ഇൻ മാർക്കറ്റിംഗ് ഇഫ് യു നോ സംതിങ് വെരി ഇൻ ഡെപ്ത്, ബട്ട് ഓൾസോ അറ്റ് ദ സെയിം ടൈം യു നീഡ് ടു നോ എവറി സിംഗിൾ തിങ് ഓൾസോ. അത് ജനറൽ ആയിട്ട് കാര്യങ്ങൾ അറിയണം, സ്പെഷ്യലിസ്റ്റ് ആയിട്ടും യു ഹാവ് ടു വർക്ക് ഇൻ സർട്ടൻ തിങ്സ്. അപ്പൊ ഇനിഷ്യലി ഞാൻ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തത് ഇമെയിൽ മാർക്കറ്റിംഗിലാണ്. ഇമെയിൽ മാർക്കറ്റിംഗ് ഒരു 3-4 months ഞാൻ ചെയ്തു. അതിൽ ഉള്ള എല്ലാ വീഡിയോസും നോക്കി, ഹബ്സ്പോട്ട്, മെയിൽ ഷിംപ്, ഇതിലൊക്കെ അന്നൊക്കെ ഇതൊക്കെയാണ് ഇനിഷ്യൽ ടൂൾസ്. മൈ പ്രാക്ടിക്കൽ ലേണിംഗ് സ്റ്റാർട്ട് ഫ്രം ദ കമ്പനി. അതുവരെയ്ക്കും എനിക്ക് പ്രാക്ടിക്കൽ ലേണിംഗ് ഉണ്ടായിട്ടില്ല. അതേപോലെ ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി ഒരു സൈഡിലേക്ക് പോയി. ഓക്കെ, ദിസ് ഇസ് വാട്ട് ഐ സ്റ്റാർട്ടഡ്. അങ്ങനെ പഠിച്ചു എവറി ഡേ. ഇൻ ദിസ് 1.5 journey I lost a lot of things because I was fully into work. Complete parents dedicated. Time spending illa, friends ആയിട്ട് time spending illa, lost a few friends, lost few good relationships also. അങ്ങനെ കുറേ കാര്യങ്ങൾ I had to sacrifice because എനിക്ക് ആ ഒരു ടൈം എന്നുള്ളത് എനിക്ക് കരിയറിൽ എന്തെങ്കിലും, ബിക്കോസ് എൻ്റെ ഫ്രണ്ട്സ് they were earning 25,000, 30,000. എൻ്റെ there was this one friend who got into Alienware. Okay, Alienware 80,000 salary, starting salary കയറുന്നത്, and I am like earning 6,000 rupees. So imagine how it would be. അങ്ങനെ മരിച്ച് പണിയെടുത്തു. While I was doing that, I also tried, ഞാൻ MBA ചെയ്തില്ല. So while I was working, what I did is I also did my post graduation in digital marketing from MICA, Ahmedabad. Distance learning program, diploma course ആണ്. So 1 year course. അപ്പോൾ what I was doing, അവിടെ പഠിക്കുന്നത് നേരെ ഇവിടെ വന്നിട്ട് ഓഫീസിൽ ഇംപ്ലിമെന്റ് ചെയ്യും. So then എനിക്ക് എന്തായി, my every 6 months my salary started increasing because of the works that I was doing in the company. അവിടെ മാർക്കറ്റിംഗ് ടീമിൽ I was the first person to get an opportunity to go to US for an on-site job. Okay, അവിടെയുള്ള മാർക്കറ്റിംഗ് മാനേജറിനെ പോലും കിട്ടിയില്ല. But my manager was very happy. ആള് തന്നെയാണ് എനിക്ക് ഓപ്പർച്യൂണിറ്റി മേടിച്ചു കൊടുത്തത്. But then COVID happened. But ആദ്യം ആ മാർക്കറ്റിംഗ് ടീമിൽ ആദ്യമായിട്ടാണ് മാർക്കറ്റിംഗ് ടീമിൽ ഒരാൾക്ക് അവാർഡ് കിട്ടിയത്. I got a Roll Star award. It's still there on my LinkedIn profile. I was so happy. ഞാൻ ലിറ്ററലി അത് again this was all during കോവിഡിൽ ഓരോരോ മന്തും ഓരോരോ ക്വാർട്ടറിൽ they used to give appreciation to certain people. അതിൽ നോക്കുമ്പോൾ എൻ്റെ പേര് എനിക്ക് പൊട്ടിക്കരഞ്ഞു ഞാൻ ആ മീറ്റിംഗ്. ബിക്കോസ് ദാറ്റ്സ് വെൻ ഐ റിയലി ഫെൽറ്റ് ദാറ്റ് ഐ ഗോട്ട് സം കൈൻഡ് ഓഫ് വാലിഡേഷൻ or people recognition. I was doing lead generation, I was doing SEO, I was doing Google ads, I was doing LinkedIn personal branding for my founder company, and it was a SaaS company, so I was working with software products. അങ്ങനെയായിരുന്നു എൻ്റെ ശരിക്കും എൻ്റെ കരിയർ അവിടെയാണ് സ്റ്റാർട്ട്. ദാറ്റ് വാസ് സോ ദാറ്റ് കമ്പനി ഈസ് വേർ ഐ ബിൽഡ് മൈ ഫൗണ്ടേഷൻ. എൻ്റെ ശരിക്കുള്ള ഫൗണ്ടേഷൻ വാസ് മൈ ഫസ്റ്റ് കമ്പനി, right? But then ഒരു കോവിഡ് ആയപ്പോൾ what happened was my dad's business got completely cut off. Fully shut down. ബിസിനസ് എന്താണ്? Yeah, he was into clothing manufacturing. അപ്പോൾ നമുക്ക് ഓൺ ഫാക്ടറി അല്ല, we rented a factory and we were running our business. കോവിഡ് ആയപ്പോൾ മൊത്തം പോയി. And so by that time my salary increased to 27,000. So from 6,000 I went to 27,000 within 1.5 years. കോവിഡ് ആയപ്പോൾ
income got cut. My mom's work. My mom resigned before 1 year earlier before COVID. My dad's business shut down. അതുകൂടെ income ഉള്ളത് എനിക്ക് മാത്രമാണ്. Okay, and with whatever money that I was getting, instead of spending it അങ്ങനെ കളയാണ്ട് മനസ്സിലായി ഒരു ഭാഗ്യത്തിന് I had some savings in account. Though it was a very small amount whatever I was getting, I made sure that I saved some amount of. വീട്ടിൽ കുറച്ച് പൈസ കൊടുക്കും, ബാക്കിയുള്ളത് save ചെയ്യും. So this is how I was doing. അപ്പോൾ കോവിഡിന്റെ സമയത്ത് in order for me to survive, I had to sell my bike also. എൻ്റെ ഒരു റോയൽ എൻഫീൽഡ് I was a traveler also back then. എനിക്ക് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടായിരുന്നു, just to vlog and put a lot of അതൊരു ഇൻസ്പിറേഷൻ ആണ്. അങ്ങനെ അത് വിൽക്കേണ്ടി വന്നു. ഇറ്റ് ഇസ് എ വെരി ഇമോഷണൽ മൊമെന്റ് ഫോർ മീ. എൻ്റെ കോളേജ് ഡേയ്സ് തൊട്ടിട്ട് വർക്ക് ലൈഫ് വരിക്കും ബൈക്ക് വാസ് ഓൾവേസ് ദേർ വിത്ത് മീ. കുറേ മെമ്മറീസ് ഉണ്ട്. ബട്ട് ഡ്യൂ ടു ഫിനാൻഷ്യൽ ക്രൈസിസ് ഐ ഹാഡ് ടു സെൽ മൈ ബൈക്ക്. അങ്ങനെ ആ ഒരു എമൗണ്ട് വെച്ചിട്ടാണ് ശരിക്കും ആ കോവിഡ് ഫുള്ള് നമ്മൾ സർവൈവ് ചെയ്തത്. ബിക്കോസ് വി ഹാഡ് എ ലോട്ട് ഓഫ് ഫിനാൻഷ്യൽ പ്രോബ്ലംസ്. പപ്പയുടെ ബിസിനസ്സിലും വി ഹാഡ്, സോ ദെർ വാസ് ലോട്ട് ഓഫ് തിങ്സ് ഗോയിങ് അറൗണ്ട് മീ. ഇറ്റ്സ് നോട്ട് ലൈക്ക് ഞാനൊരു സിൽവർ സ്പൂൺ ഗോൾഡൻ സ്പൂൺ വന്ന ആളുണ്ടോ. വെരി മിഡിൽ ക്ലാസ് ഫാമിലി. But yeah, കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. Dad was also put in a lot of hard work. We had a huge loss and all. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ചെയ്ത് അപ്പോൾ അങ്ങനെയാണ്. So this is how my career started. അപ്പോൾ അങ്ങനെ എനിക്ക് ഒരു ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലൊക്കെ എത്തിപ്പെടണം. I'm not successful. I wouldn't say I'm a successful person or something like that. But yeah, I'm still working hard to get to a better position. In I've been able to work with bigger clients, bigger ticket size. I'm able to എന്താ പറയുക ഫാമിലിയിൽ നോക്കാൻ പറ്റുന്നുണ്ട് സന്തോഷമായിട്ട്. ഐ എം ഏബിൾ ടു ടേക്ക് കെയർ ഓഫ് മൈ ഫാമിലി. അപ്പോൾ സോ യാ, ദാറ്റ്സ് വെയർ ഇറ്റ് ഓൾ ബിഗാൻ ആൻഡ് here I am right now. Yes, very true. Success is a journey. Yes, it's not a destination. It's not a destination. Mahesh Babu. Yeah, absolutely. Correct. I think very true ആണ്. Because ഞാൻ ഒരിക്കലും എന്നെ സക്സസ്ഫുൾ എന്നുള്ള രീതിയിൽ I will never call myself. Because I've been through a lot of things. I've gone through a lot of things. കുറേ അടി വാങ്ങി വന്ന ആളാണ്. It's not ഞാൻ ഒറ്റയടിക്ക് 1 to 10 വന്നതല്ല. It took me 7.5 years to reach here. Do you read some books? I've started reading right now. Okay. One I've been reading Ankur Warikoo's book. It's helping me a lot. Which one? I've read all his books. You met him also that event. അത് കഴിഞ്ഞിട്ടാണ് ശരിക്കും ഞാൻ ബുക്കിംഗ്. ബിക്കോസ് what I felt was it's not again ഒരു ഇതൊന്നുമല്ല, but then I felt books gives you a lot of knowledge and I'm a person, എനിക്ക് കുറെ നോളജ് വേണം. ലൈക്ക് ഐ കനോട്ട്, എനിക്ക് അങ്ങനെ ഒരു വെറുതെ ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല. ഞാൻ എൻ്റെ മമ്മി എപ്പോഴും പറയും, നീ ആ എഞ്ചിനീയറിംഗിൽ നന്നായിട്ട് പഠിച്ചാൽ ഇന്ന് നിനക്ക് ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. ബിക്കോസ് ഐ യൂസ് ടു ടേക്ക് നോട്ട്സ്. ഞാൻ മാർക്കറ്റിംഗിലേക്ക് വന്ന പിന്നെയാണ് ഐ സ്റ്റാർട്ടഡ് റൈറ്റിംഗ് നോട്ട്സ്. വാട്ട് എവർ ഐ യൂസ് ടു ലേൺ ഒരു ബുക്കിൽ എഴുതി വെക്കും. ഇന്നും ആ ബുക്സിന്റെ ഷെൽഫിലുണ്ട്. എഞ്ചിനീയറിംഗിൽ യു വോണ്ട് ബിലീവ് മീ, എഞ്ചിനീയറിംഗിൽ ആകെക്കൂടെ ഞാൻ ഒരു റഫ് നോട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളൂ 4 വർഷം. അതിൽ ഇന്നും empty pages ഉണ്ട്. ഐ സ്റ്റിൽ ഹാവ് ഇറ്റ് ആസ് എ മെമ്മറി. ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട് ആ ബുക്ക്. ആ പേജിൽ ഇന്നും empty sheets കുറേ ഉണ്ട്. ബട്ട് ദാറ്റ് എൻറ്റയർ ഇയർ എൻ്റെ ആ ഒരു ബാഗിന്റെ ഉള്ളിൽ there was just one note where I used to വേണമെങ്കിൽ എഴുതും, അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രോയിങ് ആയിരിക്കും. That's how my engineering life was. പക്ഷെ മാർക്കറ്റിംഗിലേക്ക് കയറിയപ്പോൾ I used to start because I don't know, something that got into me where I felt മമ്മി ചെറുപ്പം തൊട്ടിട്ട് പറഞ്ഞ് പഠിപ്പിച്ചാൽ എഴുതി പഠിക്കുക. So maybe that's what something got into my mind. ചെറുപ്പത്തിലൊക്കെ മമ്മി ഇഷ്ടം പോലെ നോട്ട്ബുക്സ് പഠിച്ചു കൊടുക്കും. And every notebook as soon as it gets over I have one more new one to start with. അപ്പോൾ ഞാൻ ഹിന്ദി ആയാലും ശരി, എൻ്റെ ഏത് EVS ഓ ഇംഗ്ലീഷോ whatever it is, I used to sit and my mom is like a very strong believer എഴുതി പഠിക്കുക, മൈൻഡിൽ സ്റ്റോർ ആവുന്നുള്ളത്. സോ അങ്ങനെ മാർക്കറ്റിംഗിൽ ഞാൻ കയറിയപ്പോൾ ഐ യൂസ് ടു റൈറ്റ് എവറി സിംഗിൾ തിങ്. ഞാൻ എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തതിന് 6 നോട്ട്ബുക്സ് ഉള്ളത്, 300 പേജില്ല. റൈറ്റ് 6 notebooks are filled before my post graduation thing, and that was an online thing, right? So ഇപ്പോൾ I started reading books. If I'm reading a book called A 0 to 1, okay, author പേര് ഓർമ്മയില്ല, but yeah, that's so now that I'm building a company, I'm learning how to build a company. Though I come from it's written by LinkedIn founder, I think. Yeah, I think so. I'm not sure his name. I'm not getting it, but it's written by LinkedIn founder. ഒരു 3 books ഇപ്പോൾ മേടിച്ചിട്ടുണ്ട്. One of them is 0 to 1. So basically how do you build a startup എന്നുള്ളതാണ് അവർ പഠിപ്പിക്കുന്നത്. So there's a lot of information that is there about multiple. You know, I think it's the founder of PayPal has written that book. Yeah, correct. That's it's PayPal. So he has built what is he doing, എങ്ങനെയാണ് ചെയ്തത്, what was his competitors doing, അങ്ങനെ കുറേ സ്റ്റോറീസ് ഉണ്ട്. So I love reading stories now. അപ്പോൾ ഇപ്പോൾ ബുക്ക് ഒരു ഹരമായിട്ടുണ്ട്. ബട്ട് പ്രീവിയസ്ലി if you ask me, ഞാൻ ബുക്ക് when I see somebody reading book, right, ഭയങ്കര പുച്ഛായിരുന്നു അന്ന്. പക്ഷെ ഇന്ന് I regret. I shouldn't have told like that. But because ഇന്ന് എനിക്ക് ബുക്സിന് കുറേ നോളജസ് കിട്ടുന്നുണ്ട്. അങ്കുർ വാരിക്കറിന്റെ ബുക്സിൽ I've learned money management,
I've learned time management mostly. ഈ രണ്ട് സാധനമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ അങ്കുർ ബുക്സ് നിന്ന് പഠിച്ചത്. ആൻഡ് റൈറ്റ് നൗ മൈ മണി മാനേജ്മെന്റ് സോർട്ടഡ്. ഞാൻ എല്ലാ എക്സൽ ഷീറ്റ്സിൽ പ്രോപ്പർ ആയിട്ട് എല്ലാം ഡോക്യുമെന്റഡ് ആണ്. ഇൻകം ഔട്ട് എല്ലാം, ലൈക്ക് ഈവൻ മൈ സാലറീസ് ആവട്ടെ, എവറിത്തിങ് ഇസ് ഓൺ എക്സൽ ഷീറ്റ്. എന്നെ ശരിക്കും പറഞ്ഞാൽ ടു ബി വെരി ഓണസ്റ്റ്, ബാങ്ക് ബാലൻസ് അടക്കം എക്സൽ ഷീറ്റ് വെച്ചിട്ടുണ്ട് ടു ഓൾവേസ് സീ ഓക്കെ ദിസ് ഇസ് ദി amount that so I'm very carefully spending amount right now. Investing start ചെയ്തു and I'm very late into investing, but ഇത് അങ്കുർ വരിക്കറിന്റെ വീഡിയോസ് ഒക്കെ കാണാൻ തുടങ്ങിയപ്പോഴാണ് ശരിക്കും I started investing money and that has really helped me in a lot. ഇപ്പോൾ ഒരു ഡിസിപ്ലിൻ വന്നു, മണി മാനേജ്മെന്റ്, മണി ഹാൻഡ്ലിംഗിൽ ഒരു നല്ലൊരു ഡിസിപ്ലിൻ വന്നു. ബിഫോർ ദാറ്റ് ഐ യൂസ് ടു സ്പെൻഡ് ലാവിഷ്ലി. എൻ്റെ വണ്ടിക്കും ബൈക്കിനൊക്കെ മോഡിഫിക്കേഷൻ ഞാൻ പൈസ നോക്കേയില്ല. ആൻഡ് ഐ യൂസ് ടു ബി വെരി ഓണസ്റ്റ്, ഐ വേസ്റ്റ് a lot of money in that, right? ഇന്ന് I don't spend on modifications. I have that ഒരു ഹരം കാര്യങ്ങളൊക്കെ ഉണ്ട്, but I'm not spending money on it because I feel it's just a conscious spending liability, because അതിപ്പോ it's not going to fetch me anything. ഞാൻ ഇന്നിപ്പോ എന്ത് കാര്യം ചെയ്താലും, റൈറ്റ്, ഐ ഓൾവേസ് ലുക്ക് അറ്റ് ഇറ്റ്, what is my ROI out of it. അങ്ങനെ ആലോചിക്കാൻ തുടങ്ങിയപ്പോൾ and all these things happened after reading books. So ഇപ്പോൾ I've invested ഒരു ഡേയിൽ I spend some particular time, ഒരു 30 to 40 minutes അറ്റ്ലീസ്റ്റ് ഒരു 10 പേജ് റീഡ് ചെയ്യണം എന്നുള്ളൊരു ഒരു ഹാബിറ്റ് ഇപ്പോൾ build ആയി. So I'm now that I've started things on my own, I've actually started building habits over a lot of things. ഇപ്പോൾ ഫിറ്റ്നസ്സിലേക്ക് ഞാൻ പതുക്കെ ഇറങ്ങി. I was not I'm a very big guy. ഞാൻ തടി എന്ന് പറയില്ല, but I'm a very big guy, right? അപ്പോൾ now I've started into fitness. പക്ഷെ ഫിറ്റ്നസ്സിലും I'm taking baby steps. Like I started with walking right now. Because നമ്മളിപ്പോ I work in Bangalore, so I'm setting up my whole thing in Bangalore. അപ്പോൾ അവിടെ I'm sitting in one single room and doing my work. Sitting inside a four wall is not easy. എന്നുവെച്ചാൽ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. എന്നുവെച്ചാൽ നമ്മൾ ക്ലയൻസ് ആയിട്ട് ഇന്ററാക്ഷൻ ചെയ്യണോ, പ്രശ്നങ്ങളും അതും എല്ലാം കൂടി we are the only person who's handling a lot of pressure. അപ്പോൾ റൂമിന്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്താ പറയാ, വെരി അൺകംഫർട്ടബിൾ ആണ്. സോ ജസ്റ്റ് ടു മേക്ക് മൈ സെൽഫ് ഫ്രീ, ഞാൻ ഫോൺ എടുക്കില്ല. ഫോൺ അവിടെ തന്നെ റൂമിൽ വെച്ചിട്ട് ഐ ജസ്റ്റ് ഗോ ഫോർ എ വാക്ക് ഫോർ 1 hour. ആൻഡ് ഐ ടെൽ മൈ പാരന്റ്സ്, ഈ ഒരു പർട്ടിക്കുലർ ടൈം ടു ഈ പർട്ടിക്കുലർ ടൈം ഞാൻ അവൈലബിൾ ആയിരിക്കില്ല, ഞാൻ വാക്ക് ചെയ്ത് ഫോൺ ചെയ്ത് ടെൻഷൻ ആവണ്ടെന്ന്. സോ ദാറ്റ്സ് ഹൗ ഐ സ്റ്റാർട്ടഡ് ബിൽഡിംഗ് ഹാബിറ്റ്സ്. സോ റീഡിംഗ് ബുക്ക് ഇസ് one of the biggest habit that I should have started earlier, but I've started now. At least in iprum, like people maybe who are watching this podcast also, if you haven't started it yet, I would say start now, because books gives you a lot of perspectives, a lot of I see a lot of difference in me after I started reading book. Every single book that I read has given me a lot of change in my lifestyle, health wise avate, money avate, ellathilum I'm seeing a whole new perspective right now after reading books. Yes, that's how it is. ഗ്രേറ്റ്. സോ നമുക്ക് ഇപ്പം ഈ പോഡ്കാസ്റ്റ് കാണുന്നത് ഒരു ഓഡിയൻസിന് പറഞ്ഞാൽ കുട്ടികളായിരിക്കും. സോ അവർക്ക് ഈ എസ്പെഷ്യലി ഇ കോമേഴ്സ് ഇൻഡസ്ട്രി, അതായത് ഫുൾ ഇപ്പം എല്ലാവരും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് പറയുന്നത്, ബട്ട് ഗോയിങ് ഫോർവേഡ് ഇസ് ഗോയിങ് ടു ബി വെരി നീഷ് സ്പെസിഫിക്. ഓക്കെ, സോ ഇഫ് യു ആർ വാണ്ടഡ് ടു സ്റ്റാർട്ട് എ കരിയർ ഓൾസോ, യു നീഡ് ടു ബി വെരി ഷുവർ, ഓക്കെ, ഐ വാണ്ടഡ് ടു ഗോ ഫോർ എൻ ഇ കോമേഴ്സ് ആൻഡ് ഐ വാണ്ടഡ് ടു പ്ലാൻ എ ലൈക്ക് ഐ എം ലുക്കിംഗ് ഫോർ എ ഇ കോമേഴ്സ് ജോബ് ഓർ ഇൻ ഫീൽഡ്. സോ അങ്ങനത്തെ ഒരാൾ നോക്കുവാണെങ്കിൽ വാട്ട് സജഷൻസ് യു ഗിവ് ആസ് എൻ എ ലൈക്ക് അവർക്കൊരു റോഡ് മാപ്പ് പോലെ, ലൈക്ക് വാട്ട് റോഡ് മാപ്പ് ദേ ഷുഡ് ഫോളോ സോ ദാറ്റ് ദേ ക്യാൻ ഗെറ്റ് ഇൻ ടു ലൈക്ക് നോട്ട് എ ഫുൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആൻഡ് നോട്ട് ഇൻ SEO, not like as an e-commerce marketer, how they can make themselves. Yeah, so when it comes to e-commerce marketing, to be very honest parayangil, e-commerce marketing is a term aadu, but sherikum paranja it's a combination of all the skills that are there in digital marketing. Adana sherikum e-commerce nu paraya. So in e-commerce marketing there is website development, there is performance marketing, influencer marketing, social media marketing, and then you have retention marketing like WhatsApp, email, SMS. So all these skills comes into that. And also there is also a skill for photography and videography also, because you are, അതായത് നമ്മൾ പ്രൊഡക്റ്റ് ഫോട്ടോഗ്രാഫി എടുക്കണ അനുസരിച്ചാണ് ക്ലയൻസിന് ക്ലാരിറ്റി കിട്ടുള്ളൂ. സോ ദാറ്റ് ഇസ് ഓൾസോ ഡൊമൈൻ റൈറ്റ് നൗ. സോ വെൻ ഇറ്റ് കംസ് ടു ഇ-കോമേഴ്സ് മാർക്കറ്റിംഗ്, ഇതിനെല്ലാം അറിയുന്ന ഒരാളായിരിക്കണം ഇ-കോമേഴ്സ്, ബട്ട് ഇ-കോമേഴ്സ് മാർക്കറ്റർ. ബട്ട് the thing is you cannot be a jack of all trades when you are starting out. So initially ഞാൻ പറയാ, if let's say somebody is learning digital marketing, but I think in your institute also people will be learning about e-commerce, I mean digital marketing. അവർക്ക് ഏത് ഫീൽഡിലാണോ താല്പര്യം, it could be performance, it could be SEO, it could be anything, social media or influencer, അവർക്ക് ഏതിലാണോ താല്പര്യം, I would recommend them to go in that. And then once they, let's say അവർ പെർഫോമൻസ് മാർക്കറ്റിംഗ് ആണ് എനിക്ക് കൂടുതൽ ഇഷ്ടം എന്നുണ്ടെങ്കിൽ, then the next step that they need to do is first learn the skill, okay, എന്നിട്ട് second thing is you have to start analyzing what other people are doing, right? ഇപ്പോൾ ഇ-കോമേഴ്സിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ you are not competing or you are not targeting like a one specific people, you are actually targeting the whole of India. And whole of India or India, UAE, whatever it is,
നമ്മൾ ടാർഗറ്റ് ചെയ്യണ ചിലപ്പോൾ ലെറ്റ്സ് സേ ഇഫ് യുവർ സ്കിൻ കെയർ നീഷ് വെരി സാച്ചുറേറ്റഡ് ആണ് എന്ന് വെച്ചാൽ അത്രയും സ്കിൻ കെയർ ബ്രാൻഡ്സ് ഉണ്ടെന്ന്. സ്കിൻ കെയർ ആവട്ടെ, ഹെയർ കെയർ ആവട്ടെ, ദർ ആർ ടൺസ് ഓഫ് ബ്രാൻഡ്സ് that are available. But how do you showcase yourself as a best one in the market, right? ഇത് അണ്ടർസ്റ്റാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യു നീഡ് ടു സ്റ്റഡി പീപ്പിൾ, റൈറ്റ്? സോ എൻ്റെ ഒരു കോൺസെപ്റ്റിൽ ഐ സ്പെൻഡ് മോസ്റ്റ് ഓഫ് മൈ ടൈം ഇൻ റിസർച്ചിങ്. അതായത് ദാറ്റ്സ് ഹൗ ഐ ബിക്കെയിം ഗുഡ് അറ്റ് മാർക്കറ്റിംഗ്, റൈറ്റ്? ഒരു മാർക്കറ്റർ ആകുമ്പോൾ യു നീഡ് ടു ഹാവ് ദ റിസർച്ചിങ് സ്കിൽ. റിസർച്ചിങ് സ്കിൽ എന്ന് പറയുമ്പോൾ വാട്ട് ആർ ദേ ഡൂയിങ്, വാട്ട് കൈൻഡ് ഓഫ് വെബ്സൈറ്റ് ഡു ഹാവ്, വെബ്സൈറ്റ് എന്തൊക്കെ കോണ്ടന്റ് ആണ് അതിൽ ഇട്ടിട്ടുള്ളത്, വാട്ട് കൈൻഡ് ഓഫ് ലാൻഡിംഗ് പേജ് ഡു ദേ ഹാവ്, വാട്ട് കൈൻഡ് ഓഫ് ആഡ് ക്രിയേറ്റീവ്സ് ആർ ദേ റണ്ണിങ് ഓൺ ദിയർ ആഡ് അക്കൗണ്ട്, ഹൗ ലോങ് ഹാവ് ദേ ബീൻ റണ്ണിങ് ആൻ ആഡ് അക്കൗണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ യു വിൽ ഹാവ് ടു ലുക്ക് അറ്റ്. ദിസ് ഇസ് എക്സാക്ട്ലി വെയർ യു ഗെറ്റ് എ കംപ്ലീറ്റ് ഐഡിയ ഓഫ് വാട്ട് ആർ ദേ ഡൂയിങ്, ഹൗ ആർ ദേ ഡൂയിങ് ആൻഡ് വാട്ട് ഇസ് ദ ROI ദേ ആർ ഗെറ്റിംഗ് ഔട്ട്. നമുക്കങ്ങനെ ROI ഒരു ഡെഡിക്കേറ്റഡ് ഇത്ര എമൗണ്ട് കിട്ടുന്നുണ്ട് നമുക്ക് പറയാൻ പറ്റില്ല, ബട്ട് അറ്റ്ലീസ്റ്റ് യു വിൽ ഗെറ്റ് എൻ ഐഡിയ ഓഫ് അറ്റ്ലീസ്റ്റ് ഒരു ആവറേജ് ആയിട്ട് യു ഗെറ്റ് എൻ ഐഡിയ, ഓക്കെ ഇവർ ഇത്ര ആഡ്സ് റൺ ചെയ്യുന്നുണ്ട്. സോ ദിസ് ഇസ് ഹൗ ഐ വുഡ് പുട്ട് എ റോഡ് മാപ്പ്. ഇനിഷ്യലി study the skill, while you're studying the skill, also try to get a knowledge of how to research about brands. And it's just basic thing that you need to do. Go to the Google, അവരുടെ വെബ്സൈറ്റ് അടിക്കുക, അനലൈസ് വാട്ട് പ്രൊഡക്ട്സ് ദേ ഹാവ്, വാട്ട് കൈൻഡ് ഓഫ് കാറ്റഗറീസ് ദേ ഹാവ്. ഇത് സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇഫ് ദേ ആർ പ്രൊമോട്ടിംഗ് സം കൈൻഡ് ഓഫ് കോണ്ടന്റ് ഓൺ സോഷ്യൽ മീഡിയ സോ മച്ച് ദാറ്റ് മീൻസ് ദാറ്റ് പ്രൊഡക്റ്റ് ഇസ് ഗെറ്റിംഗ് മോർ സെയിൽസ്. സോ ദിസ് ഇസ് വൈ ലോജിക്കൽ തിങ്കിങ് ആണ്, റൈറ്റ്? വാട്ട് എവർ ദാറ്റ് യു ഡൂയിങ്. അപ്പോൾ സോ യാ ബേസിക്കലി ഈ രണ്ട് സാധനം, സ്കില്ല് പഠിക്കുക, റിസർച്ച് ചെയ്യാൻ പഠിക്കുക. വിത്ത് വാട്ട് എവർ റിസർച്ച് ദാറ്റ് യു ഹവ് ഡൺ, പുട്ട് ഓൾ ദോസ് തിങ്സ് ഇൻ ടു യുവർ skills, whatever that you have learned. That's the basic it, then you start acting according to whatever that needs to be done. So this is exactly a short roadmap. But again, there are several domains. You have to figure out which one. But that figure out cheyanannundengil first you need to go through everything, learn, experience it, and then figure out what exactly you want to do in your career. So that's how it should be. സോ ഇപ്പോൾ നമുക്ക് ഇവിടെ ഒരു മോഡ്യൂൾ തന്നെയാണ് ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ന് പറഞ്ഞിട്ട്. സോ ബേസിക്കലി അതിനകത്ത് നമ്മൾ കുട്ടികളോട് പറയുന്ന ഒരു ഷോപ്പിഫൈ വെബ്സൈറ്റ് കംപ്ലീറ്റ് ആയി ചെയ്യുക, റിപ്പോസോ അല്ല പിന്നെ ഇങ്ങനെ ഡ്രോപ്പ് ഷിപ്പിംഗ് പ്രോഡക്ട്സ് പ്രൊവൈഡ് ചെയ്യുന്ന അവരുടെ ബ്രാൻഡായിട്ട് അവരുടെ പ്രൊഡക്റ്റ് എക്സ്പോർട്ട് ചെയ്യുക, ആൻഡ് ആ പ്രൊഡക്ട്സിന് പുറത്ത് വർക്ക് ചെയ്യുക. ലൈക്ക് കുട്ടികൾ എല്ലാവരും ചെയ്യാറില്ല, ബിക്കോസ് 20 rupees they have to pay and then they have to do the advertisement also. So basically, but some people do that. So അവിടുന്ന് തന്നെ അവർക്ക് ഒരു അറ്റ്ലീസ്റ്റ് ഒരു ഇ-കോമേഴ്സിന്റെ ഒരു റിയലിറ്റി ഫീൽ ആവും. ബിക്കോസ് ലൈക്ക് നമ്മളിപ്പോൾ പറയാറെന്ന് പറഞ്ഞാൽ ക്യാഷ് ഓൺ ഡെലിവറി ചെയ്താൽ മതി, ഡോണ്ട് ടേക്ക് മണി, ബിക്കോസ് ഒരുപാട് പേപ്പർ വർക്ക്സ് ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് ബുക്ക് തന്നെ ക്യാഷ് ഓൺ ഡെലിവറി, ഇൻട്രസ്റ്റ് ഉള്ള ആൾക്ക് നമുക്ക് സെൻഡ് ചെയ്യാം. സോ ആ പ്രോസസ്സിലാണ് നമ്മൾ ഒരു മോഡ്യൂൾ സെക്ഷൻ ചെയ്യുന്നത്. സോ അവിടുന്ന് ഒരുപാട് പേർക്ക് ഇൻട്രസ്റ്റ് വരാറുണ്ട്, ലൈക്ക് ആ പർട്ടിക്കുലർ ഇ-കോമേഴ്സ് സെക്ഷൻസിനകത്തോട്ട്. പിന്നെ ഒബ്വിയസ്ലി നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ എല്ലാ സാധനത്തിൻ്റെ ഒരു കണക്ഷനാണ് ഇ-കോമേഴ്സ്. ഇറ്റ്സ് നോട്ട് ലൈക്ക് ദ ഓൺലി ഇ-കോമേഴ്സ് മാത്രം. ഒരുപാട് പേര് പറയും എനിക്കെന്നാൽ ഇ-കോമേഴ്സ് മാത്രം പഠിച്ചാൽ മതി. സോ യു കാൻ ലേൺ ഇ-കോമേഴ്സ് ഓൺലി, സെയിം വേ യു കാൻ ലേൺ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ഓൺലി. സോ യു നീഡ് ടു ലേൺ ഓൾ ദ തിങ്സ്, ദെൻ ഓൺലി യു ക്യാൻ ഗെറ്റ് ടു ദ പർട്ടിക്കുലർ സെഗ്മെന്റ്സ് സെക്ഷൻ. So Emil, next question basically, ഇപ്പം എസ്പെഷ്യലി ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആയാലും അല്ലെങ്കിൽ ഇ-കോമേഴ്സ് മാർക്കറ്റിംഗ് ആയാലും പഠിക്കാൻ വേണ്ടി ഒരാൾക്ക് എന്ത് എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് ആവണം, അതേപോലെ തന്നെ എന്ത് സ്കിൽസ് അവർ ഡെവലപ്പ് ചെയ്യണം? ലൈക്ക് ബോത്ത് ടു ക്വസ്റ്റ്യൻസ്. ടു ബി വെരി ഓണസ്റ്റ് പറയുകയാണെങ്കിൽ ഇന്ന് ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ അങ്ങനെ ഒരു പർട്ടിക്കുലർ ഡിഗ്രി വേണമെന്നോ അങ്ങനെയൊന്നുമില്ല. ടു ബി ഞാനിപ്പോൾ ലൈക്ക് നോക്കുമ്പോൾ ദർ ആർ പീപ്പിൾ ഹു ആർ അറ്റ് ദ ഏജ് ഓഫ് 16, 17 who knows really good marketing and they have been doing multiple things. Ads run ചെയ്യാൻ അറിയുന്നുണ്ട് അങ്ങനെ. ബട്ട് യാ അതിനനുസരിച്ച് ക്വാളിറ്റി ഉള്ളൂ. ബട്ട് നല്ല ആൾക്കാരുണ്ട് കേട്ടോ. ദർ ആർ സോ അവരൊന്നും സ്കൂൾ പോലും കഴിയാത്ത ആൾക്കാർ ഇന്ന് ദേ ഹവ് ബീൻ ഏബിൾ ടു ഡു മാർക്കറ്റിംഗ് റിയലി വെൽ. ദേ ഹാവ് ടീം. എനിക്കിതൊക്കെ കാണുമ്പോൾ ഞാനൊക്കെ സ്കൂൾ പഠിക്കുമ്പോൾ എന്താ കാണിച്ചോണ്ടിരുന്നത്, കളിച്ച് നടക്കായിരുന്നു എന്നുള്ളതാണ്. ഇറ്റ്സ് വെരി like very happy and very proud to also see young people nowadays have serious ആണ്, very serious ആണ് കരിയർ. അതായത് എനിക്ക് മണി ഉണ്ടാക്കണം. ബട്ട് എൻ്റെ കാലത്തിലൊക്കെ ലൈക്ക് വി വർ ലൈക്ക് നമ്മളെന്നാ ഗ്രൗണ്ടിൽ പോയി ക്രിക്കറ്റ് കളിക്കാം, ഫുട്ബോൾ കളിക്കാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും പാർക്കിൽ അങ്ങനെയൊക്കെ നടക്കണ ഐ കം ഫ്രം ദാറ്റ് കൈൻഡ് ഓഫ് തിങ്. ഞാൻ എൻ്റെ ഫ്രണ്ട്സ് ടു ബി വെരി ഓണസ്റ്റ് ഇന്ന് കാണുമ്പോൾ ദേ ആർ ആക്ച്വലി സീയിങ് എ വെരി ഡിഫറെൻറ്റ് പേഴ്സൺ. അപ്പോൾ എന്നെ എപ്പോഴും കളിയാക്കും, നീയൊക്കെ സ്കൂൾ പഠിക്കുമ്പോൾ എന്തൊക്കെ കാണിച്ചു വിട്ടില്ല, ഇന്ന് നോക്ക് നല്ലൊരു കമ്പനി നല്ലൊരു പൊസിഷനിൽ നിൽക്കുക. സോ ഐ ഫീൽ അത് സന്തോഷിക്കണോ അല്ലെങ്കിൽ സങ്കടപ്പെടണോ ഇല്ല എനിക്കറിയില്ല. ബട്ട് മൈ ഫ്രണ്ട്സ് ആർ വെരി ഹാപ്പി അബൌട്ട് ടോക്കിംഗ് അബൌട്ട് മീ റൈറ്റ് നൗ പബ്ലിക്കലി. അവര് ഞാൻ അറിയാണ്ട് പോലും ദേ ആർ ടോക്കിംഗ് വെരി രീതി ദേ പ്രൈസ് അബൌട്ട് മീ ഔട്ട് സൈഡ്. പക്ഷെ ഞാനത് പറഞ്ഞിട്ടല്ല. ബട്ട് ഡൗൺ ദ ലൈൻ ദേ ഹാവ് സീൻ മീ ഫ്രം വേർ ഐ വാസ്. ഇന്ന് ഞാൻ എവിടെയാണോ അത് ബേസ് ചെയ്തിട്ട് എൻ്റെ ഇപ്പൊ കോർ സപ്പോർട്ടേഴ്സ്, എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ ക്ലോസ് ഫ്രണ്ട്സ് തന്നെയാണ്. ഓക്കെ,
ചിലപ്പോൾ ഫ്രണ്ട്സിനേക്കാളും ചിലപ്പോൾ അറിയാത്ത ആൾക്കാരൊക്കെ എന്നെ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആരാ എന്താന്ന് പോലും അറിയില്ല. ദേ ജസ്റ്റ് റാൻഡംലി DM me either on LinkedIn or ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് ചെയ്യും. ബട്ട് എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഐ ഹവ് ഹയർഡ് ഓർ ഐ ഹവ് ഇന്റർവ്യൂഡ് മോർ ദാൻ ലൈക്ക് 300-400 പീപ്പിൾ ഇൻ മൈ എൻറ്റയർ കരിയർ. അപ്പോൾ ഇതിലൊന്നും ഞാൻ ശരിക്കും ഡിഗ്രി നോക്കണില്ല. ഓപ്പൺ ആയിട്ട് പറയുകയാണെങ്കിൽ ഐ ഡോണ്ട് ലുക്ക് അറ്റ് ഡിഗ്രി. അറ്റ് ദി എൻഡ് അവർക്ക് സ്കില്ലുണ്ടോ? ഓക്കെ, ലെറ്റ്സ് സേ ഇഫ് ദേ നോ ടു ഡു SEO ആണെന്നുണ്ടെങ്കിൽ സ്കില്ലുണ്ട്, ഓക്കെ, ബട്ട് വാട്ട് ഇസ് ദ പ്രൂഫ് ദറ്റ് യു own this skill or you have done certain things? This is exactly where I look at portfolio, right? Because portfolio plays a lot of great role. One example undu. So there is this guy who was just 16 years old. Avan video editor, okay, and what he did is even ingane internship kittanam. Not a video editor, he's a motion graphics editor. Appo ivanku ingane veliya company il jolly cheyanam ennu പറഞ്ഞിട്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു. And he approached a lot of people on LinkedIn, because LinkedIn is eventually your job search and platform ആണല്ലോ. I mean, professional platform where you can also get good jobs as well, opportunity. അപ്പോൾ this guy കുറേ ട്രൈ ചെയ്തിട്ടും ഒന്നും നടക്കാണ്ടായപ്പോൾ ഇവൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി വാസ് ഓൾസോ ലുക്കിംഗ് അറ്റ് ക്രെഡ് ഓൾസോ. ആ സമയത്ത് ക്രെഡ് നല്ല ദിസ് ഇസ് അഗൈൻ ഐ വാസ് ഇത് നടക്കുന്നത് 2020 or 2021 എന്തോ ആണ് നടക്കുന്നത്. ഐ സോ ദിസ് പോസ്റ്റ് ഓൺ LinkedIn. അപ്പോൾ ഈ ചെക്കൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹി ഹാഡ് എ സ്കിൽ ആൻഡ് ദെൻ ഹി ക്രിയേറ്റഡ് സംതിങ് ഫോർ ക്രെഡ്. ക്രെഡിന്റെ ഒരു ലോഗോ നല്ലൊരു ആനിമേഷൻ ഉണ്ടാക്കിയിട്ട് കുറെ ട്രൈ ചെയ്തു, ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല. ബിക്കോസ് ഒബ്വിയസ്ലി ക്രെഡ് ലൈക്ക് കമ്പനി ഗെറ്റ്സ് ടൺസ് ഓഫ് റെസ്യൂമേഴ്സ് വരുന്നത്. ദിസ് ഗൈ ഓൾ ഹി ഡിഡ് വാസ് വെന്റ് ടു LinkedIn, ക്രിയേറ്റഡ് എ പോസ്റ്റ് ഔട്ട് ഓഫ് ഇറ്റ്. അതായത് ഞാനിങ്ങനെ ഹി റോട്ട് ഹിസ് എൻറ്റയർ സ്റ്റോറി. ഞാനിങ്ങനെ ഇത് ചെയ്യാൻ നോക്കി, ആരും എന്നെ അപ്രോച്ച് ചെയ്തില്ല. സോ ഐ എം ജസ്റ്റ് ഷെയറിങ് മൈ പോർട്ട്ഫോളിയോ ഓൺ LinkedIn വിച്ച് ഐ ക്രിയേറ്റഡ് ഫോർ ക്രെഡ് എന്ന് പറഞ്ഞിട്ട് ഇവൻ എന്ത് ചെയ്തു, അവിടെ ക്രെഡിനെ ടാഗ് ചെയ്തിട്ട് ആ വീഡിയോ പോസ്റ്റ് ചെയ്തു, വിച്ച് ഇസ് എ ഗുഡ് ആനിമേഷൻ വീഡിയോ ആയിരുന്നു. ആൻഡ് യു നോ വാട്ട്, എൻറ്റയർ പീപ്പിൾ ഓഫ് LinkedIn ദേ സപ്പോർട്ടഡ് ഹിം. വെച്ചാൽ അത്രയും ആൾക്കാർ അതിൽ ലൈക്സ്, comments, shares, and people started commenting Kunal Shah's name inside the post, right? And this became like a viral post. And luckily that guy Kunal Shah then message it to DM me personally, I'll get you the job എന്ന് പറഞ്ഞിട്ട്. So അങ്ങനെ ഒരു സിറ്റുവേഷൻ. So that clearly says if you have your right skill, you have a good portfolio, and if you have the skill to also pitch it to a client, that's exactly what ഈ 16 വയസ്സ് ചെക്കന് he doesn't have, he's at school. Correct. He was at school. I don't know if he's working at Cred now, but then he finally achieved whatever that he wanted to work with the company. Kunal Shah gave him that opportunity, right? ഇതൊരു വലിയൊരു സ്റ്റോറി ആയിരുന്നു. ആ സമയത്ത് I think that post got around 1 million views അങ്ങനെ എന്തോ കിട്ടി, 16,000 ലൈക്സും ഒരു 2,000, 3,000, 4,000 കമന്റ്സ്. So just imagine Kunal Shah opening his LinkedIn profile and he finds something, people is tagging. So eventually that got his attention, right? At least that guy got an opportunity, that company, right? So ഇപ്പം എനിക്കറിയില്ല ചെക്കൻ എന്താ ചെയ്യണമെന്നുള്ളത്, but this was a pure example of how exactly you need to find job. It's all about having a good portfolio. ഇന്ന് ഡിഗ്രി ഡസൻറ്റ് മാറ്റർ. ഞാൻ ഇതൊരു ഹയർ ചെയ്ത ഒരാളുടെ പോലെ നിങ്ങൾ ഏത് കോളേജാ, നിങ്ങൾ ഏത് ഡിഗ്രിയാണ് പഠിച്ചത് ഞാൻ ചോദിച്ചിട്ടില്ല. എന്ത് സ്കില്ലിലാണ്, if I'm looking for a performance marketer, if somebody is applied for a performance marketing role, if he has run good amount of ads, even at least ഒരു മാസം 50,000 രൂപ ബഡ്ജറ്റ് ഹാൻഡിൽ ചെയ്ത ആളാണെന്നുണ്ടെങ്കിലും ഐ എം ഓക്കെ വിത്ത് ഇറ്റ്, ബിക്കോസ് ഐ ഹാവ് ദ കോൺഫിഡൻസ് ടു ട്രെയിൻ ഹിം. ദാറ്റ് ഇസ് വൺ സൈഡ്. ആൻഡ് ഹി ഹാസ് സം amount of basic touch points ഉണ്ട്. And I'm very confident അങ്ങനെ ഒരാളെ എനിക്ക് ഈസി ആയിട്ട് മോൾഡ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും, റൈറ്റ്? ആൻഡ് അഗെയിൻ കമ്പനീസ്, ദിസ് ഇസ് ഓൾസോ സംതിങ് ഐ ഹവ് സീൻ വെരി റീസെൻ്റ്ലി ഇൻ ലോട്ട് ഓഫ് കമ്പനീസ് വെയർ അവർ ബേസിക് ആൾക്കാരെ എടുക്കും ആൻഡ് ദേ എക്സ്പെക്ട് them to do like an expert role. That's not how you actually do. ഒരാളെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെ നന്നായിട്ട് എടുക്കുക. ഇറ്റ്സ് എ കമ്പനീസ് റെസ്പോൺസിബിലിറ്റി ടു ട്രെയിൻ ദം. ഇതാണ് എനിക്ക് ശരിക്കും എൻ്റെ ഫസ്റ്റ് കമ്പനിയിൽ ഞാൻ ഐ എം ആക്ച്വലി ഡൂയിങ് വാട്ട് എവർ തിങ്സ് ഐ എം കറന്റ്ലി ഡൂയിങ് ഇൻ മൈ കമ്പനി ആവട്ടെ, പ്രീവിയസ് എവിടെ ഞാൻ ഇതുവരെയും വർക്ക് ചെയ്ത എല്ലാ സ്ഥലത്തും എൻ്റെ ഫസ്റ്റ് കമ്പനിയിൽ ഞാൻ പഠിച്ച കാര്യങ്ങളാണ്. That's the place where exactly I learned a lot of values on company എങ്ങനെ റൺ ചെയ്യണം, ഒരു ടീം മെമ്പർ എങ്ങനെ മോൾഡ് ചെയ്യണം, എങ്ങനെ അവരെ ഹയർ ചെയ്യണം, ഹൗ ഡു യു ഗിവ് ദം ടാസ്ക്, എങ്ങനെ നിങ്ങൾ ഓട്ടോമേറ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ, my first company was my foundation for every single. That's the base. ഞാൻ എല്ലാവരോടും റെക്കമെൻഡ് ചെയ്തതാണ്, നിങ്ങൾ ഫസ്റ്റ് കമ്പനി ഉണ്ടല്ലോ, യു ഹാവ് ടു. ബട്ട് അഗൈൻ അവിടെ രണ്ട് സിനാരോ നടക്കും. ഒന്ന് ദേ മൈറ്റ് ഗെറ്റ് ഇൻ എ ഗുഡ് കമ്പനി ഓർ ദേ മൈറ്റ് നോട്ട്. പക്ഷെ ഫസ്റ്റ് കമ്പനി എപ്പോഴും ചൂസ് ചെയ്യുമ്പോൾ ഗോ ഫോർ എ ഗുഡ് കമ്പനി. സ്റ്റാർട്ടപ്സ് ആണെങ്കിൽ ബെറ്റർ. It's not necessary that you have to. People ought to be lucky like me. ഞാൻ MNC-ലാണ് പോയത്, but then the team was very open to teaching me from scratch. Okay. അപ്പോൾ now all of them are very proud of where I am today, because അവർ ട്രെയിൻ ചെയ്തിട്ടാണ് ഞാൻ ഇവിടേക്ക് എത്തിയത്. Okay. And I did my own. It's not that
അവർക്ക് ഫുൾ ക്രെഡിറ്റ്സ് കൊടുക്കല്ല. ഐ ഓൾസോ പുട്ട് ഇൻ മൈ എഫേർട്ട്, ലേൺ എ ലോട്ട് ഓഫ് തിങ്സ്, ടുക്ക് അപ്പ് എ ലോട്ട് ഓഫ് കോഴ്സസ്. ഞാൻ ഇന്ത്യയിലുള്ള എല്ലാ കോഴ്സസും മിക്കവാറും എടുത്തിട്ടുണ്ട്. ഐ ഹാവ് എക്സ്പ്ലോർഡ് ഇറ്റ്, ഐ ഹാവ് ലേൺഡ് ഇറ്റ്, ഐ നോ ദം ഓൾസോ പേഴ്സണലി, ബിക്കോസ് ഞാൻ ഒരു കാര്യം നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഐ ഓൾവേസ് ഗിവ് ക്രെഡിറ്റ്സ് ടു ദം. അതായത് ഇവരാണ് എന്നെ പഠിപ്പിച്ചത്, ഇവരുടെ അടുത്താണ്. സോ ഐ സ്റ്റിൽ ഗോ ബാക്ക് ടു മൈ ഓൾഡ് മാനേജർ, മൈ VP of marketing, where I'm very very grateful for where I am today. So degree doesn't matter, to be very honest. എന്നെ ഹയർ ചെയ്തപ്പോഴും they didn't look at my degree. അവിടെയാണ് ശരിക്കും എനിക്ക് ഇത് വന്നത്. അവർക്ക് ഡിഗ്രി ആയിരുന്നില്ല, ആൾക്ക് കേപ്പബിലിറ്റി ഉണ്ടോ എന്നുള്ളതാണ്. അന്ന് എനിക്ക് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് പോലും ഇല്ല. when I joined my first company, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ബേസിക്സ് അറിയോ, ഞങ്ങൾ ട്രെയിൻ ചെയ്യാം. This was the promise they given to me. Financially വലിയ സംഭവം തന്നെ, but learning usually these big companies don't offer you big package. Appo and I was a fresher, they wanted a fresher, maybe ദൈവം വിചാരിച്ചിട്ടുണ്ടാവും ഇവൻ ഈ രീതി. ആൻഡ് ഐ എം എ വെരി ഫേം ബിലീവർ ഓഫ് ഫേറ്റ്. നമുക്ക് നമ്മുടെ തലയിൽ എന്തെങ്കിലും ഒന്ന് എഴുതി വെച്ചിട്ടുണ്ട്, അത് പ്രകാരം നടക്കുള്ളൂ. നിങ്ങൾ എന്ത് തലകുത്തി നിന്നാലും ഇറ്റ്സ് നോട്ട് ഗോണ ചേഞ്ച്. യു വിൽ ഓൺലി ഗോ ആസ് പെർ വാട്ട് എവർ ദാറ്റ് ഈസ് റിട്ടൺ ഓൺ യുവർ ഹെഡ്. ഓക്കെ, അത് നമ്മളുടെ ദൈവം ഇവിടെ ഇറക്കുമ്പോൾ തന്നെ അത് പറഞ്ഞിട്ടാണ് ഇതാണ് ഇവന്റെ കഥ എന്ന് പറഞ്ഞിട്ട്. ഐ എം എ ഫേം ബിലീവർ ലൈക്ക് ദാറ്റ്. അപ്പോൾ സോ യാ, to be very honest, degree doesn't matter. Build a good skill, build some portfolio. ഇവിടെ ഇനിയൊരു പ്രശ്നം ആൾക്കാർ പറയും, എനിക്ക് ക്ലയൻസ് ഇല്ല, പോർട്ട്ഫോളിയോ ഞാൻ എങ്ങനെ ഉണ്ടാക്കാം. there is nothing like that. നിങ്ങൾക്ക് ക്ലയൻസ് ഉണ്ടായാൽ മാത്രമാണ് പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാൻ പറ്റുന്നത്. that's a myth, I would say. നിങ്ങൾക്ക് ഇപ്പോൾ let's say if you have learned website development, pick any websites. Maybe you can just go to Google, search for let's say dentist ന്റെ വെബ്സൈറ്റ് എടുക്കുക, search who are the nearest dentist near you. അത് ഗൂഗിൾ മൈ ബിസിനസ്സിന് അക്കൗണ്ട് കിട്ടും. സീ ഇഫ് ദേ ഹാവ് എ വെബ്സൈറ്റ് ഇല്ലേ, അവർക്ക് നിങ്ങളൊരു മോക്ക് വെബ്സൈറ്റ് ഉണ്ടാക്കാം. ആൻഡ് ദെൻ you already have a portfolio with you. ആ സെയിം സാധനം you can also pitch to that client, because അവർക്ക് എന്തായാലും വെബ്സൈറ്റ് ഇല്ല. there is somebody who has built a website for me, and you can sell that to the particular client. What if the client is eager to take it up? Yes. So this is how you build portfolio also. Client ഇതാണ് മിക്ക സ്റ്റുഡൻസിന് ഞാൻ കാണുന്ന പ്രശ്നങ്ങൾ. ഇതാണ്, എൻ്റെ അടുത്ത് പോർട്ട്ഫോളിയോ ഇല്ല, എൻ്റെ അടുത്ത് ക്ലയൻസ് ഇല്ല, ഞാൻ ഫ്രഷറാണ്, എനിക്ക് ആരാ പണി തരാം. നിനക്ക് പണി തരണ്ടോ, ഉള്ള സാധനം നീ ഒന്ന് നിന്റെ ബെറ്റർ വേർഷൻ ഉണ്ടാക്ക്. നീ പഠിച്ച സ്കില്ല് വെച്ചിട്ട് ഇഫ് ദർ ഇസ് സംതിങ് യു ഫീൽ ഇസ് നോട്ട് ഗുഡ്, make a better version of it. Why, who will say no for it? നിന്നെ ആരെങ്കിലും വന്നിട്ട് കൊല്ലോ ഓർ ജയിലിലിടോ നീ അത് ചെയ്ത കാരണം? No, nobody is going to stop you from that. So just go and build it. അങ്ങനെ ഒരു 5 പ്രൊജക്ട് മോക്ക് പ്രൊജക്ട് ചെയ്യും. So when you go and pitch a client, you can tell ഞാനിത് മോക്ക് പ്രൊജക്ട് ആണ്, this is not my clients. You can be transparent, you don't have to lie about anything. And I feel people love working with transparent people. എൻ്റെ കരിയറിൽ ഇതാണ് എനിക്ക് ഏറ്റവും ഗുണമായിട്ടുള്ളത്. ഈവൻ നൗ ഐ എം വെരി ട്രാൻസ്പെറൻറ്റ്. ലെറ്റ്സ് സേ എനിക്കൊരു കാര്യം അറിയില്ല, ഞാൻ അറിയില്ല തന്നെ പറയും. ഇൻസ്റ്റെഡ് ഓഫ് ഇല്ല നമുക്ക് അത് അങ്ങനെ ചെയ്ത് റോൾ മൈ ടങ് ആൻഡ് സേ ഇത് ഇങ്ങനെയാണ് അങ്ങനെ പറഞ്ഞ എനിക്ക് അറിയില്ല, ഇതെന്റെ എക്സ്പെർട്ടീസ് അല്ല. ആൻഡ് ഐ ഓൺലി വോണ്ട് ടു ഐ പ്രിഫർ വർക്കിംഗ് വിത്ത് എനിക്ക് എവിടെയാണ് കോർ സ്ട്രെങ്ത് ഉള്ളത് അവിടെ വർക്ക് ചെയ്താൽ മതി. ആവശ്യമില്ലാണ്ട് ഞാൻ തലവേദന എടുക്കണേ, അറിയാത്ത കാര്യം അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കുക ക്ലയന്റിനെ. എന്നിട്ട് പിന്നെ അത് ഇടിച്ച് കഴിഞ്ഞിട്ട് നാളെ പറയും നിങ്ങൾ എന്തുകൊണ്ട് ചെയ്തില്ല, റിസൾട്ട് എവിടെ. സോ ദെൻ യു ആർ ഔട്ട് ഓഫ് വേർഡ്സ്. സോ if somebody comes and tells me that I don't have a portfolio, ഞാൻ ചൂട്ടിലെടുക്കും. മോക്ക് പ്രോജക്ട്സ് ഉണ്ടാക്കാൻ നിനക്ക് കുറെ സമയമുണ്ട്. You go and build mock projects and then you start pitching it to clients. You go to companies, this is my portfolio, this is what I've done, and ഇത് mock ആണ്, so this is what I've done. So this is what most of the people don't do, to be very honest. Just they give reasons. എന്നാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ പറയാം. Because I've trained a lot of students, this is the common thing that I hear from them. ഞാൻ ഒരിക്കലും ഒരാൾ വെറുതെ വിടില്ല, മോക്ക് പ്രോജക്റ്റ് ഉണ്ടാക്കിയിട്ട് പോയാൽ മതി. സോ വെൻ ഐ യൂസ് ടു ടീച്ച് പീപ്പിൾ ഓൺ വെബ്സൈറ്റ് ഡെവലപ്മെന്റ്, ഇ-കോമേഴ്സ്. ഇപ്പോൾ ഇ-കോമേഴ്സ് ആയാലും you don't have to necessarily have a client to maybe do a Shopify website. Pick any brand, create your own website of yourself, own version. നിന്റെ ലോജിക്കൽ തിങ്കിങ് യൂസ് ചെയ്തിട്ട് ഡിസൈൻ വെച്ചിട്ട് നീ ചെയ്യും. And if your design is better, then go and pitch. But everything is all about practice also. That's very true. Get better only by practicing. ഒരാളും ഹാൻഡ് റൈറ്റിംഗ് ഒറ്റയിരിപ്പിൽ പഠിക്കില്ലല്ലോ. ചെറുപ്പത്തിൽ 4 ലൈനുള്ള നോട്ട്ബുക്കിലാണ് നമ്മൾ ആദ്യം പഠിപ്പിക്കുക. എനിക്കൊക്കെ അങ്ങനെ ചെറുപ്പത്തിൽ 4 ലൈൻ ഇങ്ങനെ എഴുതണം. That's how every kid learns handwriting. Marketing അതുപോലെ തന്നെയാണ്. You cannot become an expert. And one more thing that I see is that ചിലപ്പോൾ there are, again, no offense to anybody who is watching this thing, but then I've seen people ചിലപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ച് ഇറങ്ങുമ്പോഴേക്കും they call themselves as consultant, they call them as expert. This is a very very bad thing. That's improvement scope ഇല്ല, ഒരു ഇതുമില്ല. Because if somebody considers themselves as an expert as soon as they learn something, then he's not going the right way. So there are times where I have pinpointed that and I've told that particular person that
നീ എക്സ്പെർട്ട് ആയിട്ടില്ല. Yes. I'll be very open about it, right? Expert ആവണമെന്നുണ്ടെങ്കിൽ you need to have years of experience. At least നിങ്ങൾക്കൊരു 1-2 years experience വേണം to say that you're an expert. And in what basis you guys are saying expert, right? ഇതും I've seen this happening to multiple different people. And ചില നേരത്തെ ക്ലയൻസും അതിൽ വീഴുന്നുണ്ട്, right? But and they get bad experience and that's what is happening in the market also, right? People ഈ എക്സ്പെർട്ട് ആണ് അതാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറെ എടുക്കും, എന്നിട്ട് പണി ചെയ്യുമ്പോഴാണ് അവർക്ക് മനസ്സിലാവുക. So this is exactly where client also goes wrong. And ഈ ഒരു പ്രശ്നം കാരണം വാട്ട്സ് ഹാപ്പനിങ് ഇസ് ദാറ്റ് ഇപ്പം നമ്മളൊരു എക്സ്പീരിയൻസ് ആയിട്ട് ഒരാൾ പ്രൊഫഷണൽ ആയിട്ട് വരുന്ന സമയത്ത് ഈ ആൾക്കാരൊക്കെ ഞാൻ 5,000 രൂപയ്ക്ക് ചെയ്യാം. There are people who do SEO for 2,000, 3,000. What? SEO? So it's like, so did you get quality results? ഇല്ല. പിന്നെ 2,000 രൂപ കൊടുക്കുന്നത് എന്താ? There was just one client where I used to do freelancing also, right? So this is the problem. അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് let's say, so initial days I used to charge them anywhere between 20,000 to 25,000 ആണ് എൻ്റെ initial days I used to charge for SEO. ഇവർ ഈ 2,000-5,000 കണ്ടിട്ട് വാട്ട് ആർ യു ചാർജിങ് മീ ഹൈ, ഇത് ഭയങ്കര വില കൂടുതലാണ്, നിങ്ങൾ നാളെക്കാലം പറ്റിക്കുക. ഞാൻ പറഞ്ഞു ഞാനല്ല നിങ്ങളെ പറ്റിക്കണത്, നിങ്ങൾ പറ്റിക്കണത് ഈ ചെറിയ ചീപ്പായിട്ട് വരുന്ന ആൾക്കാരല്ലേ. ദീസ് ആർ ദ പീപ്പിൾ ഹു ആർ ചീറ്റിംഗ് യു, റൈറ്റ്? അത് നിങ്ങൾക്ക് മനസ്സിലാവണില്ല. At the end, you cry because you don't get results. And there were also situations where ഇവർ 2,000-5,000 ചെയ്തിട്ട് ഇവര് മൊത്തം കൊളാക്കി വെക്കും. ട്രസ്റ്റും നമുക്ക് എക്സ്പെർട്ട് ആയിട്ട് വരുന്ന സമയത്ത് they think that we are cheating. I've had several experiences like that. എന്നിട്ട് I explain the client, see ഇതിലാണ് ഇങ്ങനെയാണ് വർക്ക് ആവുക. And I also audit their brand also, right? Audit ചെയ്യുമ്പോൾ മനസ്സിലാവുമ്പോൾ ഇവർ മൊത്തം ഈ SEO സ്പെസിഫിക് കേട്ടോ, SEOയിൽ കുറേ ആവശ്യമില്ലാത്ത ബാക്ക് ലിങ്ക്സ് ക്രിയേറ്റ് ചെയ്ത് വെക്കും. And that causes a lot of problem when we start working, because ഇത് കാരണം ഡൊമൈൻ അതോറിറ്റി മൊത്തം ഇടിഞ്ഞു പോയി താഴ്ത്തു പോയി വീണിട്ടുണ്ടാവും. ഇത് പൊക്കിക്കൊണ്ടുവരാൻ ഭയങ്കര പാടുമാണ്. ആൻഡ് ദേ കനോട്ട് ഈവൻ ചേഞ്ച് ദ ഡൊമൈൻ ഓൾസോ. സോ ഇതൊക്കെയാണ് മേജർ ആയിട്ട് ഞാൻ കണ്ടിട്ടുള്ള ഇഷ്യൂസ്. സോ ഡിഗ്രീസ് ഡസന്റ് മാറ്റർ, ബട്ട് മേക്ക് ഷുവർ ദാറ്റ് യു ആർ നോട്ട് സ്പോയിലിംഗ് ഇറ്റ് ഇൻ എനി വേ. സ്കില്ല് പഠിക്കുക, make sure you are going in a right way. Don't go or see any YouTube gurus and learn and do free things or do it for a cheaper price. കറക്റ്റ്, ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഒരു സെക്ഷനാണ്. പിന്നെ പോർട്ട്ഫോളിയോയിൽ പറഞ്ഞത് ഒരു പോയിന്റ് ആയിരുന്നു എനിക്ക് ജസ്റ്റ് ആഡ് ഓൺ ചെയ്യാൻ. ലൈക്ക് നമ്മളിവിടെ കുട്ടികൾക്ക് ഒരു മേജർ ടാസ്ക് തന്നെയാണ് പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാൻ. ഈ പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ലൈക്ക് നമ്മൾ ഫസ്റ്റ് SEO ആണ് കവർ ചെയ്യാറ്. സോ അവരുടെ ഫസ്റ്റ് ടാസ്ക് എന്ന് പറഞ്ഞാൽ റാങ്ക് ചെയ്യുക, ദെൻ ദേ റൺ ആഡ്. ഓക്കെ, സോ ദേ സ്റ്റാർട്ട് ഗെറ്റിംഗ് ലീഡ്സ്. സോ അവിടെ നിന്ന് അവർ ഒരു കോൾഡ് കോൾ ഇരിക്കും, മേ ബി ഐ വിൽ ബി ദെയർ ഓർ സം ആരെങ്കിലും കാണും അവരുടെ കൂടെ. ലൈക്ക് ദേ ആർ ലൈക്ക് ഒരു ഫസ്റ്റ് ടൈമിൽ അവർക്ക് ഭയങ്കര ഒരു അതായിരിക്കും. സോ അങ്ങനെ തന്നെ ലൈക്ക് ഇപ്പൊ ഈ നല്ല വർക്ക് ചെയ്യുന്ന കുട്ടികളാണ് ലൈക്ക് എവ്രിവെയർ 2 types of students will be there. ഓക്കെ, കുറച്ച് പേർക്ക് പഠിച്ചെടുക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരിക്കും, കുറച്ച് പേർക്ക് ഓക്കെ പഠിച്ചാൽ മതി ഇതിന് മാത്രമായിരിക്കും. സോ ഇത് പഠിച്ചെടുക്കണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരാണ്. സോ സ്റ്റിൽ ലൈക്ക് ഞാൻ പറയുകയാണെങ്കിൽ ഒരു 1-2 പേരുണ്ട് ലൈക്ക് ദേ ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ബട്ട് ദേ ആർ മാനേജിങ് 3 clients, ബട്ട് ദേ ആർ നോട്ട് മാനേജിങ് എവറിഥിങ്. വാട്ട് ദേ ലേൺ അത് മാത്രമേ മാനേജ് ചെയ്യുന്നുള്ളൂ. ആൻഡ് if they stuck somewhere, they get help of the experts. So particular ആ സെഗ്മെന്റ്സിനകത്ത് മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പം wherever they go to learn, അറ്റ്ലീസ്റ്റ് അങ്ങനത്തെ ഒരു ഹാൻഡ് ഹോൾഡിംഗ് സപ്പോർട്ട് കിട്ടുവാണെങ്കിൽ ഈ പോർട്ട്ഫോളിയോ കുറച്ചും കൂടെ എന്താ പറയുക നെച്ചുറൽ ആയിരിക്കും. ലൈക്ക് ദേ ക്യാൻ ഈസിലി എന്താ പറയുന്ന ഒരു ഹാൻഡ് ഹോൾഡിങ്ങിന്റെ കൂടെ തന്നെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ റിസൾട്ട് ഓറിയന്റഡ് ആയിരിക്കും. സോ Emil, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ലൈക്ക് ഒരാൾ ഇ കോമേഴ്സിനകത്തോട്ട് കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സോ ഓർ എൻട്രപ്രണർ ഹു പ്ലാനിങ് ടു ഗെറ്റ് ഇൻ ടു ഇ കോമേഴ്സ്, അല്ലെ പിന്നെ അവരുടെ ഓഫ്ലൈൻ ഷോപ്പിനെ ഓൺലൈനിലേക്ക് കൊണ്ടുപോകാൻ വേണമെങ്കിൽ സോ വാട്ട് ടൂൾസ്, വാട്ട് സ്ട്രാറ്റജീസ് ദേ ഷുഡ് ഫോളോ ടു ഗോയിങ് അഹെഡ്? So this is actually there's a very big problem ഇങ്ങനെ ഒരു ഇ കോമേഴ്സിലേക്ക് വരുന്ന സമയത്ത്. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഓഫ്ലൈൻ ബിസിനസ്സിന് ഓൺലൈനിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ ദേ ഓൾവേസ് ഫസ്റ്റ് യു ഹാവ് ടു ചൂസ് വിച്ച് പ്ലാറ്റ്ഫോം ദാറ്റ് യു വാണ്ട് ടു ബിൽഡ്. അപ്പോൾ ഇതിൽ യു ഹാവ് ഷോപ്പിഫൈ, യു ഹാവ് WooCommerce, യു ഹാവ് PrestaShop, യു ഹാവ് Magento, പിന്നെ Zohonium. Now Zoho has also started like a e-commerce platform which is pretty good, not up to the mark, good. But ഇതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഷോപ്പിഫൈ എടുക്കൂല. ഓക്കെ, നല്ലൊരു ബിസിനസ് ഓണർ ഇഫ് ഹി ഹാസ് ദ നോളേജ് ആൻഡ് എവറിത്തിങ്, they usually pick Shopify. ഇല്ലാത്ത ആൾക്കാർ they go for WooCommerce. Most of the times I've seen it's WooCommerce ആണ്. അപ്പോൾ what happens is that WooCommerce is not a e-commerce friendly website, though അതിൽ WordPress ആണ് ബേസ്. It's SEO friendly but not e-commerce friendly. Not e-commerce friendly. Yes. അപ്പോൾ if you want to build a personal website or company website ഒക്കെ ചെയ്യണമെങ്കിൽ WordPress is definitely good. അത് കഴിഞ്ഞിട്ട് പിന്നെ പോകണമെന്നുണ്ടെങ്കിൽ Webflow, Framer, അങ്ങനെ കുറച്ച് ടൂൾസ് ഉണ്ട്. ബട്ട് it's a bit advanced tool. But WordPress അറിയാമെന്നുണ്ടെങ്കിൽ then you can definitely build something in Webflow and Framer. But then when it comes to e-commerce side, ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുക Shopify ആണ്. ബിക്കോസ്
ഈ പറഞ്ഞ WooCommerce ആവട്ടെ, മെജന്റോ ആവട്ടെ, പ്രസ്റ്റഷോപ്പ് ആവട്ടെ, ഇതിലൊന്നും പ്രോപ്പർ ഡേറ്റ എന്ന് പറഞ്ഞ സാധനമില്ല. പ്ലസ് ഇഫ് യു ആർ ബിൽഡിംഗ് എ വെബ്സൈറ്റ്, യു ഹാവ് ടു കീപ് യുവർ വെബ്സൈറ്റ് റിയലി ഫാസ്റ്റ്, വിച്ച് WooCommerce is not capable of doing it. Reason being is അതിൽ നമ്മൾ കുറേ പ്രൊഡക്ട്സ് ആഡ് ചെയ്യുമ്പോൾ കുറേ ഇമേജസ് വരുന്നുണ്ട്, കുറേ കോണ്ടന്റ് വരുന്നുണ്ട്, കുറേ വീഡിയോസ് വരുന്നുണ്ട്. സോ ഇവൻച്വലി വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് യുവർ വെബ്സൈറ്റ് സ്പീഡ് വിൽ ബി ടേക്കിംഗ് എ ബിറ്റ് ഹയർ, ലോങ്ങർ. അപ്പോൾ ഹോസ്റ്റിംഗ് നമ്മളാണ് വാങ്ങുന്നത് ആക്ച്വലി. ആൻഡ് നമ്മൾ ആഡ്സ് റൺ ചെയ്യുന്ന സമയത്ത് വാട്ട് ഹാപ്പൻസ് ഇസ് വെൻ സംബഡി ക്ലിക്സ് ഓൺ ദി ആഡ് ആൻഡ് വെബ്സൈറ്റ് ഇസ് ടേക്കിംഗ് അറ്റ്ലീസ്റ്റ് ഒരു മിനിമം 2 seconds എടുക്കുമ്പോഴേക്കും ആൾക്കാർ ഫ്രസ്ട്രേഷൻ തുടങ്ങി, റൈറ്റ്? ദാറ്റ്സ് വൈ ലോഡിംഗ് സ്പീഡ് ഇസ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് aspect when it comes to building a website. That is the first thing. Appo my go to solution is always Shopify, because Shopify il namukku themes build cheyam and you can take a website live in just 15 to 20 minutes at the max. But a proper optimized size cheyanengil you have to spend 10 20 to 30 days max edukkanam. But oru simple website aarku venil build cheyam, okay? And Shopify has a very good analytic dashboard, because me being a marketer, or if there is an entrepreneur who wants to take any sort of decisions in his or her business, data കാണാണ്ട് എന്ത് decision എടുക്കുക? It's all about data, numbers. Right? Marketer avate, entrepreneur avate, if you don't know how to read numbers, then what decision are you going to take in life or in your business, right? Everything is data. Inne numbers നോക്കാണ്ട് ബില്യണയർ ആയാലും മില്യണയർ ആയാലും ആരായാലും numbers നോക്കാണ്ട് they don't take any sort of decisions. And this is exactly where most people go. ഇപ്പോൾ WooCommerce ഇങ്ങനത്തെ ഒരു സാധനം ഇല്ല. Where do they look at data? അവരിങ്ങനെ ചുമ്മാ അതിൽ കാണുന്ന നമ്പേഴ്സ്, ബട്ട് പകുതി നമ്പേഴ്സ് അതിൽ കാണിക്കണം തെറ്റായിരിക്കും മോസ്റ്റ്ലി ഇൻ WooCommerce. ഇതാണ് ഞാൻ ഫേസ് ചെയ്തിട്ടില്ല. ബട്ട് വെൻ ഇറ്റ് കംസ് ഷോപ്പിഫൈ ഈസ് എ ഗ്ലോബൽ വെബ്സൈറ്റ്. എല്ലാ ബിഗർ ബ്രാൻഡ്സ് ആവട്ടെ, ബോട്ട് ഇസ് എ ലൈക്ക് എ 200 CR ബ്രാൻഡ് which they are doing on a monthly basis. They are still on Shopify, right? And അവർക്ക് അത്രയും പ്രൊഡക്ട്സ് ഉണ്ട്, right? I have worked with brands who has around 3000 SKUs also on their website. Perfectly runs. Basic plan എടുത്താലും മതി. You don't need like a higher end package ഒന്നും വേണ്ട. 300 products. 3000 products brands ayalum, they were on a basic plan. They were still making 1 CR 2 CR revenue. Okay, but alkar evide idavanu vechal Shopify monthly payment ah, okay, but in WooCommerce it's a yearly payment. Oru hosting adinte payment kazhinjal which comes anywhere around 6000 to 8000 rupees. But Shopify illadanu vechal every month you have to pay 2400 plus the commission of each order that you're getting. But ആൾക്കാർ മനസ്സിലാക്കാത്തത് ഈ ഒരു കോസ്റ്റ് കൂടുതലെന്ന് വെച്ചിട്ടാണ് ഇതുപോലത്തെ പ്ലാറ്റ്ഫോംസിൽ പോവുക. ബട്ട് അറ്റ് ദി എൻഡ് ഇസ് യുവർ WooCommerce ഗിവിംഗ് യു ബെറ്റർ റിസൾട്ട്സ്? നോ. മിക്ക ആൾക്കാരും ഒരു 1 to 2 lakhs വരെയും ദേ വിൽ സസ്റ്റെയിൻ ഓൺ e-commerce. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരും പ്രൊഡക്ട്സും കൂട്ടും, നമ്മൾ ആഡ്സ് റൺ ചെയ്യുമ്പോൾ വെബ്സൈറ്റ് സ്ലോ ആവും. ആൻഡ് യു ഹാവ് ടു ഓൾവേസ് ഹാവ് എ ഡെവലപ്പർ ഇൻ ഹാൻഡ് ടു ഫിക്സ് യുവർ ബഗ്സ് ഇൻ WooCommerce. ഡെവലപ്പേഴ്സ് ഉണ്ട് അത്യാവശ്യം, ദാറ്റ് ഇസ് ദെയർ. ബട്ട് ഇപ്പോൾ ഫോർ എ സൈറ്റ് ലൈക്ക് മെജന്റോ it's very difficult. മെജന്റോക്ക് ഡെഡിക്കേറ്റഡ് ഡെവലപ്പേഴ്സ് ഭയങ്കര കുറവാണ് നാട്ടിലുണ്ട്, ബട്ട് വെരി ലിമിറ്റഡ് ആൾക്കാരാണ്. കുറച്ച് ആൾക്കാർക്ക് മെജന്റോ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് അറിയുള്ളൂ. സോ ഇഫ് യു ഡോണ്ട് ഹാവ് എ മെജന്റോ ഡെവലപ്പർ, then how will you run the business as an agency, right? അപ്പോൾ so this is the major things. And one more example I'll give you. ഞങ്ങൾ so in my previous company we were working with a brand called as Walker. നമ്മുടെ അടുത്ത് വരുന്ന നേരത്ത് they were only spending 3 lakhs, they were getting back 3 lakh rupees. Okay, they are a 2000 annual recurring brand ആണ്, 2000 crores ഉള്ള brand ആണ്. When we looked at the D2C side of things, it was very bad. And so then ഞാൻ ഒരു സ്റ്റാർട്ടിങ് തൊട്ടേ പറയുന്നുണ്ട്, they were on Magento and they built their Magento site for almost 15 to 17 lakhs. അതാണ് അവർ ആ പ്രൈസ്, ആ വെബ്സൈറ്റ് ബിൽഡ് ചെയ്യാനുള്ള പ്രൈസ് വാസ് അറൌണ്ട് 15 to 17 lakhs. And it was built by one of the top agencies in India. നെയിം എടുക്കണില്ല. So these guys, ഞാൻ എത്ര പറഞ്ഞിട്ട് ഒരു കേൾക്കണില്ല. ഇനിഷ്യലി നമ്മൾ ഓൺ ബോർഡ് ചെയ്യുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ഐ വാസ് ഹെഡിങ് ദ e-commerce ഡിപ്പാർട്ട്മെന്റ് ദർ. സോ എടുക്കുമ്പോഴേ ഞാൻ പറഞ്ഞു ഇത് മെജന്റോയിലാണ്, പണിയാവും, വേണ്ട. ബട്ട് ദെൻ വി ഹാഡ് ടു ടേക്ക് ഇറ്റ് ദ ബ്രാൻഡ്, ബിക്കോസ് ഒബ്വിയസ്ലി ബ്രാൻഡ് നെയിം നമുക്ക് നമ്മുടെ പോർട്ട്ഫോളിയോയിൽ വാക്കറുകളുടെ കൂടെ വർക്ക് ചെയ്ത് നമുക്ക് പറയാൻ പറ്റും. ആൻഡ് വാട്ട് ഹാപ്പൻഡ് വാസ്, നമ്മൾ ഫസ്റ്റ് മന്ത് സ്റ്റാർട്ട് ചെയ്തു, സോ മെനി ഇഷ്യൂസ് വെബ്സൈറ്റിൽ. ഒരു പ്രൊഡക്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വേറെ പ്രൊഡക്റ്റിലേക്ക് പോകും. ഒരു ആഡ് കാർഡ് അടിച്ചു കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റിലെ ആഡിൽ കാർട്ടിലേക്ക് വേറെ ഏതോ പ്രൊഡക്റ്റ്. ആൻഡ് ദെൻ ടു ആൻഡ് ഫ്രോ വി ബീൻ ടോക്കിംഗ് ടു ദി ഏജൻസി. അവരും ഫിക്സ് ചെയ്യാൻ നോക്കണ്ട, അവർക്കും ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ ഫിക്സ് ചെയ്യാൻ അറിയുന്നില്ല. ഐ സെഡ് ലൈക്ക് യു ഗൈസ് ബിൽഡ് ദിസ് വെബ്സൈറ്റ് ആൻഡ് യു ആർ കമ്മിങ് ആൻഡ് ടെല്ലിംഗ് ബാക്ക് ഇത് സോർട്ടബിൾ അല്ല എന്നുള്ളത്. അങ്ങനെ ഞാൻ, ആൻഡ് Walker has around 7 board of directors, very like, traditional people are, they don't know much about all these things.
അപ്പോൾ അങ്ങനെ 8 മാസം, it took me 8 months to convince them to move from Magento to Shopify. പക്ഷേ 7 മാസമായിട്ടും they are not allowing me to do it. Marketing manager is also trying, nothing is working out. And then 8ാം മാസം I got a call from the marketing manager, Emil, നമുക്ക് അപ്രൂവൽ കിട്ടി ഷോപ്പിഫൈക്ക് മാറാൻ. ഞാൻ ടീമിനോട് പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യും ഏത് ചെയ്യും എന്ന് എനിക്കറിയില്ല, വിത്തിൻ 20 days I want this website to be live on Shopify. നമ്മൾ അതിൻ്റെ തീം എടുത്തു. മൈ ഡെവലപ്മെൻറ്റ് ടീം സ്റ്റാർട്ടഡ് വർക്കിംഗ് ഓൺ ഇറ്റ്. ദേ പുട്ട് ദിയർ ഹാർട്ട് ആൻഡ് സോൾ ഇൻ ടു ദ വെബ്സൈറ്റ്. വി കെയർഫുള്ളി ക്രാഫ്റ്റഡ് എവറി സിംഗിൾ പേജ് ഓഫ് ദ വെബ്സൈറ്റ്. പ്രൊഡക്റ്റ് പേജ് ആവട്ടെ, UI ഡിസൈൻ ഉണ്ടാക്കി, അത് ബിൽഡ് ചെയ്തു. ഐ വാണ്ടഡ് ദ വെബ്സൈറ്റ് ടു ബി വെരി പെർഫെക്റ്റ് ബിക്കോസ് എൻ്റെ ഒരു റിസ്കിലാണ് ഇത് മൊത്തം എടുക്കുന്നത്. എങ്ങാണ്ട് അത് ചീറ്റി പോയി കഴിഞ്ഞാൽ ഞാനായിരിക്കും കേൾക്കുന്നുണ്ടാവുക. ആൻഡ് വി കോട്ട് ദം എ വെരി ലെസ് പ്രൈസ് ഫോർ ദ വെബ്സൈറ്റ്. ഐ തിങ്ക് വി കോട്ട് ദം എനിവെയർ ബിറ്റ്വീൻ 1.8 or 2 lakhs എന്തോ ആണ് നമ്മൾ അന്ന് കോട്ട് ചെയ്തത്, വിച്ച് ഇസ് വെരി അഫോർഡബിൾ ഫോർ അവർ 15 കൊടുത്തിട്ട് നമ്മൾ. ആൻഡ് യു വോണ്ട് ബിലീവ് മീ, നമ്മൾ മിഡ് ഓഫ് ഒക്ടോബറിലാണ്, ദാറ്റ് ഈസ് ലാസ്റ്റ് ഇയർ മിഡ് ഓഫ് ഒക്ടോബർ വി സ്റ്റാർട്ടഡ് ദെയർ ഐ മീൻ പുതിയ ഷോപ്പിഫൈയിൽ നമ്മൾ ഐ തിങ്ക് October 15th അങ്ങനെ എന്തോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. നവംബർ വാസ് ദീപാവലി ടൈമാണ്. സോ വി മേഡ് ഷുവർ ദീപാവലിക്ക് നമ്മൾ എന്തായാലും പൊളിക്കണം എന്ന് പറഞ്ഞു. Okay, till that time, ഈ 8 months we took them from 3 lakhs to 12 lakh rupees. Okay, same ad spend, no changes in that. ഈ same 3 lakhs തന്നെ we took them to 12 lakhs. അത് കഴിഞ്ഞിട്ട് നീങ്ങണില്ല. It's not moving from over that. And ROAS wise ആണെങ്കിലും വലിയ ROAS ഒന്നും ഇല്ല. Somehow we were managing, but then 12 lakhsലേക്ക് എത്തിയപ്പോൾ ROAS started increasing because നമ്മൾ അന്ന് അതിട്ട് ആവറേജ് ഓർഡർ വാല്യൂ, വാട്സ്ആപ്പ് മാർക്കറ്റിംഗ് ഇതൊക്കെ നമ്മൾ ചെയ്യാൻ തുടങ്ങി. ഒക്ടോബർ മിഡ് നമ്മൾ ഷോപ്പിഫൈ ലോഞ്ച് ചെയ്തു. ആ മാസം the same ad spend we did 17 lakhs. Okay, a hike of 5 lakhs in that same month. Okay, and ഞാൻ പറഞ്ഞത് ഈ 70 lakhs came in that 15-16 days period-ലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ തന്നെ മാർക്കറ്റിംഗ് മാനേജർ കൊള്ളാലോ, നമ്മൾ ആകെ കൂടെ ഇത്ര മാറ്റും. നവംബറിൽ സെയിം ആഡ് സ്പെൻഡ് we did 27 lakhs. Okay, only change was the platform. സോ എന്നിട്ട് ഒരു ദിവസം മാനേജർ ഇതിങ്ങനെ ദീപാവലി സെയിൽസും എല്ലാം ഇങ്ങനെ നടക്കുക, അവർക്കൊരു ദിവസം 100 ഓർഡറിന്റെ മുകളിലൊക്കെ വരാൻ തുടങ്ങി. ആൻഡ് വൺ ഡേ ദ മാനേജർ കോൾസ് മീ ആൻഡ് സേസ്, Emil ആഡ്സ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും? സ്റ്റോപ്പ് ചെയ്യണം എന്തിനാന്ന് ചോദിച്ചു. അത് നമുക്ക് ഓർഡേഴ്സ് താങ്ങണില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇത്രയും വലിയ കമ്പനി ആയിട്ട് നിങ്ങൾ എന്നോട് പറയാം ഓർഡർ നിർത്താൻ വേണ്ടിട്ടോ, അയ്യോ ഔട്ട് ഓഫ് യുവർ മൈൻഡ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ആഡ്സ് സ്റ്റോപ്പ് ചെയ്യില്ല, വി വോണ്ട് ഹിറ്റ് ദ ഗോൾ ദിസ് പർട്ടിക്കുലർ മന്ത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ മാസം 27 lakhs ഹിറ്റ് ചെയ്തു. ആൻഡ് ദേ വർ ഓൾസോ പ്രിറ്റി ഹാപ്പി, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓൾസോ ഹാപ്പി. ഇതെങ്ങനെ നടന്നു, എന്താ നമ്മൾ ചെയ്തേ? അപ്പം ഞാൻ പറഞ്ഞു, ഇതെന്നല്ലേ ഞാൻ 8 മാസം. ദിസ് ഇസ് ആൻ ആക്ച്വൽ സ്റ്റോറി ദാറ്റ് ഹാപ്പൻ. അപ്പോൾ ഞാൻ എപ്പോഴും ഒരു കേസ് സ്റ്റഡി ആയിട്ട് എല്ലാവരോടും പറയും. സി, ഇതുപോലത്തെ ഒരു വലിയ ബ്രാൻഡ് when they moved from a very typical website platform to a good platform, this is the kind of revenue that they increase. Inno they are doing it even more better. Okay, appo so this is exactly why when you're starting out a business online, go for Shopify. Don't think about anything else, just Shopify. വേറെ ഒന്നും ആലോചിക്കണ്ട. ബിക്കോസ് ഷോപ്പിഫൈയിൽ യു ക്യാൻ ബിൽഡ് തീംസ്. ഐ മീൻ യു ഹാവ് പ്രീ ബിൽഡ് തീംസ് വിച്ച് യു കൻ ഈസിലി സെറ്റ് അപ്പ്. യു ഹാവ് എ ഗുഡ് അനാലിറ്റിക് ഡാഷ്ബോർഡ്സ്. പ്രൊഡക്റ്റ് അപ്ലോഡ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. അതിൻ്റെ ഡിസ്കൗണ്ട് കൂപ്പൺസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ. ആൻഡ് ഷോപ്പിഫൈ ഹാസ് ദിയർ ഓൺ മാർക്കറ്റ് പ്ലേസ് വേർ ദേ ഹാവ് സോ മെനി അപ്ലിക്കേഷൻസ് അവൈലബിൾ. വൂകോമേഴ്സിൽ ഓർ വേർഡ് പ്രസ്സിൽ നമുക്ക് പ്ലഗിൻസ് ഉള്ള പോലെ തന്നെ ഷോപ്പിഫൈയിൽ ഓൾസോ യു ഹാവ് മാർക്കറ്റ് പ്ലേസ്. അവിടെ അത് ആപ്സ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഈ ആപ്സിൽ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് എല്ലാം ഷോപ്പിഫൈയിൽ അവൈലബിൾ ആണ്. ദർ ആർ സോ മെനി ആപ്പ് ഡെവലപ്പേഴ്സ് ഹു ആർ ഓൺ എ ഡെയിലി ബേസിസ് ബീൻ കമ്മിങ് അപ്പ് വിത്ത് ന്യൂ അപ്ലിക്കേഷൻസ് ഓൺ ഷോപ്പിഫൈ. നാട്ടിൽ തന്നെ ഇഷ്ടം പോലെ. സോ ദർ ഇസ് എ കമ്മ്യൂണിറ്റി കോൾഡ് കേരള പ്രൊഡക്റ്റ് ഹണ്ട്. അതിൽ എനിക്ക് അറിയുന്ന കുറെ ആൾക്കാരുണ്ട് ഹു ആർ. സോ എക്സാക്ട്ലി, സോ ദാറ്റ്സ് എക്സാക്ട്ലി വേർ ലോട്ട് ഓഫ് നാട്ടിൽ തന്നെ കുറെ ഷോപ്പിഫൈ അപ്ലിക്കേഷൻസ് ചെയ്യണ കുറെ ആൾക്കാരുണ്ട്. സോ and I'm very proud seeing the നാട്ടിൽ നിന്ന് നമുക്ക് ഷോപ്പിഫൈയിലേക്ക് അപ്ലിക്കേഷൻ ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്. I'm very proud of seeing that. There are also, I personally know a few people who are building applications, going really well also. അപ്പോൾ ഇത്രയും ഓപ്ഷൻസ് ഉള്ള സമയത്ത് why do you want to go for a platform like Magento or PrestaShop? Or PrestaShop ഒക്കെ പഴഞ്ചൻ സാധനം. Okay, and there are still brands the same thing. I still see, but this is what most people. So as a marketer, it's my responsibility to educate the customer. ഇത് ഇങ്ങനെയാണ് വർക്ക് ആവുക. This is the kind of results that we can make. ഇത് most of the people don't do because first of all അവർക്ക് നോളജ് ഇല്ല. This is the gap that I see in e-commerce specifically. ഏറ്റവും കൂടുതൽ അവർക്ക് പ്രശ്നം വരുന്നത് പേയ്മെന്റിന്റെ ആണ്. സോ പേയ്മെന്റിന്റെ സെക്ഷൻസ് എന്തൊക്കെയാണ് നമുക്ക്? Shopify you have several different see ഞാൻ പറഞ്ഞില്ലേ, Shopify you can
integrate anything that you want. നിങ്ങൾക്ക് ഒരു ERP system integrate ചെയ്യണോ, there is something called as unicommerce. You can, ഇപ്പോൾ നമ്മൾ വാക്കറോലൊക്കെ നമ്മൾ that's what the tool that we were using. അപ്പോൾ because അവർക്ക് ഈ D2C മാത്രമല്ല, they have other marketplaces, retail, ഇതെല്ലാം അവർ കൺട്രോൾ ചെയ്യുന്ന ഒരു സിംഗിൾ ചാനലിലാണ് ടൂൾ കോൾഡ് unicommerce. Second thing, what we do for payment is that നമ്മൾ യൂസ് ചെയ്യുന്നത് രണ്ടാണ് മേജർ ആയിട്ട്. ഒന്ന് we use it for use razor pay or we use cash free. പിന്നെ ഇതിൽ ഒരു എക്സ്ട്രാ ലെയറും കൂടി ഉണ്ട്. സോ ഇൻ e-commerce there is a biggest problem called as RTO orders. Okay, ഈ RTO orders return to origin ആണെന്ന് പറയാം. So basically let's say somebody orders a COD product, as soon as product അവിടെ എത്തി കഴിഞ്ഞാൽ if the customer doesn't accept it, the product is returned back. ഇത് ശരിക്കും പറഞ്ഞ കസ്റ്റമേഴ്സ് നഷ്ടമല്ല, ഈ ബ്രാൻഡ് ഓണേഴ്സിനാണ് കഷ്ടം. ബിക്കോസ് ദേ ആർ സ്പെൻഡിങ് 100 rupees to send the product. ഡെലിവറി ചാർജസ് ആണ്. ഇനി അവിടുന്ന് പ്രൊഡക്റ്റ് പിക്കപ്പ് ചെയ്യണമെങ്കിൽ അത് സെയിം 100 അല്ല, ഇറ്റ് വിൽ ബി എക്സ്ട്രാ കോസ്റ്റ് 120 140 rupees ചിലപ്പോൾ. സോ ഇറ്റ്സ് എ ലോസ് ഫോർ യു, റൈറ്റ്? അപ്പോൾ അതിന് വാട്ട് വി സോ അപ്പോൾ ഷോപ്പിഫൈയിൽ ബേസിക് ചെക്ക്ഔട്ട് ആണ് ഉള്ളത്, where they can do, and we cannot filter out audiences from there. So this is exactly where we use tools like GoQuick. GoQuick is a BAP of RTO suit on. It's like a father of all payment checkout pages in number. So what they do is, initially when GoQuick launched, അവരുടെ പ്രൊഡക്റ്റ് കൊടുത്തത് ഉള്ള ഏറ്റവും വലിയ വലിയ കമ്പനീസിനാണ്, ലൈക്ക് നീമെൻസ്, ബോട്ട്, മാമ എർത്ത്. ഇതിലൊക്കെ എവറി കസ്റ്റമർ ഇൻ ഇന്ത്യ ബൈസ് മാമ എർത്ത് ആൾസോ ഷോപ്പിഫൈ. യെസ്. സോ എനിക്കറിയില്ല മാമാമത്ത് ഇന്ന് ഷോപ്പിഫൈയിലാണെന്ന് അറിയില്ല, ബട്ട് ഐ തിങ്ക് they used to be. And so ഇവരെന്ത് ചെയ്തു, ഇവർ വലിയ വലിയ കമ്പനീസ്ക്ക് മാത്രം പ്രൊഡക്റ്റ്. ഇറ്റ്സ് എ ബെസ്റ്റ് സ്ട്രാറ്റജി ദാറ്റ് GoQuick took, ബിക്കോസ് അവർക്ക് ഇനിഷ്യലി കസ്റ്റമർ അക്വസിഷൻ ആയിരുന്നു ദി ഹോൾ ഐഡിയ വാസ്. ആൻഡ് ഇവർ കസ്റ്റമർ അക്വയർ ചെയ്യാൻ പറ്റുന്നത് എവിടുന്ന, ഇവർ ആഡ്സ് റൺ ചെയ്ത് കസ്റ്റമർ അക്വയർ ചെയ്യുന്ന പകരം they went and said Niemens that or Boat that എനിക്ക് ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, നമുക്ക് RTOs ഇതിൽ സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് their idea was to capture all the database from them. Okay, and they took it in a very good mutual understanding തന്നെയാണ്. They took all the customers database, and before that also they acquired customers database from a lot of other channels also, is what I'm assuming. അങ്ങനെ ഇവര് ഞാനൊരു 8 മാസം അതിന്റെ പിന്നിൽ നടന്നിട്ടുണ്ട് ആ ടൂളിന്റെ ആക്സസ് കിട്ടാൻ വേണ്ടിയിട്ട്. ഐ ബീൻ ബിഹൈൻഡ് GoQuick because I saw how Boat was making orders through the checkout. അപ്പോൾ GoQuick ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഷോപ്പിഫൈന്റെ ചെക്കൗട്ട് പോകും, ആൻഡ് ദെൻ GoQuickന്റെ ചെക്കൗട്ട് വരും. ഓക്കെ, ഇവിടെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോപ്പിഫൈക്ക് നമ്മൾ 1.9 to 2% കമ്മീഷൻ കൊടുക്കണം, ആൻഡ് സെപ്പറേറ്റ്ലി പേയ്മെന്റ് ഗേറ്റ്വേക്ക് സെപ്പറേറ്റ് ഒരു കമ്മീഷൻ കൊടുക്കണം. When GoQuick comes in, ഇതെല്ലാം കമ്പൈൻഡ് ആയിട്ട് GoQuickന് നമ്മളൊരു പെർസെന്റേജ് കൊടുത്താൽ മതി, which is somewhere around 1.5. അപ്പോൾ ഏകദേശം 3 to 4% കൊടുക്കുന്ന പകരം ഐ ക്യാൻ ജസ്റ്റ് പേ GoQuick around 1.5 or 1.6 ഡിപ്പെൻഡിങ്. ഇപ്പോൾ പ്രൈസിങ് എങ്ങനെയാണെന്ന് അറിയില്ല. സോ ദിസ് വാസ് എന്താ ഒരു മൈൻഡ് ബോഗ്ലിംഗ് തിങ് എനിക്ക്. ഓ, ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. സോ ദെൻ ഐ വാസ് ബിഹൈൻഡ് GoQuick. അതിൻ്റെ ഒരു ടീമിന് ഒരു സെയിൽസ് ആളുടെ പിടിച്ചു, ഞാൻ നമ്പറൊക്കെ ലിങ്ക്ഡിൻ തപ്പിപ്പെട്ട് കണ്ടുപിടിച്ച് ഐ വാസ് ബിഹൈൻഡ് ഫോർ 8 months. അപ്പോൾ അവർ പറഞ്ഞു നമ്മളിപ്പോൾ മിനിമം ഒരു ദിവസം 500 ഓർഡേഴ്സ് ചെയ്യണം ഓർ 5000 ഓർഡേഴ്സ് ചെയ്യണ, ഐ തിങ്ക് മന്ത്ലി 5000 ഓർഡേഴ്സ് ചെയ്യുന്ന സ്റ്റോഴ്സിൽ മാത്രമാണ് കൊടുക്കുക. അപ്പോൾ ഐ ഡോണ്ട് ഹാവ് എനി ക്ലയൻസ് ഹു ആർ ഡൂയിങ് 5000 ഓർഡേഴ്സ് ഇൻ എ മന്ത്. മാക്സിമം എൻ്റെ ഉണ്ടായിരുന്ന ക്ലയൻസ് 1000 ഓർഡേഴ്സ് എ മന്ത്. അങ്ങനെയാണ്. ഞാൻ പറഞ്ഞു നിങ്ങൾ എങ്ങനെയെങ്കിലും തരണം, നമുക്ക് കുറേ RTO ഓർഡേഴ്സ് ഇഷ്യൂസ് ഉണ്ട്. ഞാൻ പറഞ്ഞു കുറേ കൺവിൻസ് ലാസ്റ്റിൽ അവരൊന്നും തന്നില്ല, 8 മാസം തന്നേയില്ല ടൂളിന്. ആൻഡ് ഞാൻ ഇതുവരെയ്ക്കും അങ്ങനെ ഒരു ടൂളിന്റെ പിന്നിൽ നടന്നിട്ടില്ല. ഓക്കെ, ഇറ്റ് വാസ് ലൈക്ക് എന്താ പറയാ, ഒരു റിലേഷൻഷിപ്പ് പോലെയായിരുന്നു. ഞാൻ പ്രപ്പോസ് ചെയ്യുന്നുണ്ട്, പക്ഷെ ആളിങ്ങനെ ഏൽക്കുന്നില്ല. ഐ വാസ് ബിഹൈൻഡ്. അങ്ങനെ ദേ അക്സെപ്റ്റഡ് മൈ പ്രപ്പോസൽ. ആൻഡ് ദെൻ ഫസ്റ്റ് ആയിട്ട് നമുക്ക് സോ ദാറ്റ്സ് വെൻ ദേ ഓൾസോ ഓപ്പൺ എ ന്യൂ സെഗ്മെന്റ് വേർ നമ്മൾ സ്മോളർ സ്റ്റോഴ്സ് ഇപ്പൊ കൊടുക്കണം. ബിക്കോസ് അവർ ബിഗർ സ്റ്റോഴ്സിൽ നിന്ന് കസ്റ്റമേഴ്സിനെ അക്വയർ ചെയ്തു, ഡേറ്റാബേസ് അക്വയർ ചെയ്തു. ആൻഡ് വാട്ട് GoQuick actually does is, as soon as somebody purchases the particular product, they add the product to the cart. Checkout like one order, Shopify checkout will be completely taken off, and then GoQuick's will pop up. You have to enter your phone number first. Phone number enter it, then an OTP will come. OTP enter it കഴിഞ്ഞാൽ, if you are someone who has purchased any other stores, bigger stores, your address will be automatically fetched within fraction of few seconds. അപ്പോൾ അഡ്രസ് എൻ്റർ ചെയ്യേണ്ട കാര്യമില്ല. അഡ്രസ് കറക്റ്റ് ആണെങ്കിൽ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ബട്ടൺ, your purchase is done. If you want to do a COD order, and the best part is that COD order ചെയ്യണമെന്നുണ്ടെങ്കിൽ this tool will check your purchase history. Okay. If you have a bad purchase history, automatically COD will be disabled. You cannot order in COD. Prepaid അത് കാണത്തില്ല. It will automatically be taken off. And you can only do prepaid option. അപ്പോൾ they are like, നീ വേണമെങ്കിൽ മേടിച്ചാൽ മതി.
വേണ്ടെങ്കിൽ നിങ്ങൾക്ക് പൈസ കൊടുത്തിട്ട് എടുക്കാൻ പറ്റുമെങ്കിൽ എടുത്തോ, ഞങ്ങൾക്ക് വിശ്വാസമില്ല. സോ ദിസ് വാസ് എ ഗെയിം ചേഞ്ചിങ് ടൂൾ ഫോർ ഇ-കോമേഴ്സ് റൈറ്റ്. ആൻഡ് ദെൻ എവറി ബ്രാൻഡ് സ്റ്റാർട്ടഡ് യൂസിങ് ഗോ ക്വിക്ക്. ആൻഡ് ഞങ്ങൾക്കും കുറെ RT ഓർഡേഴ്സ് കുറഞ്ഞത് ഇങ്ങനെയാണ്. ബിക്കോസ് വി ഗോട്ട് ടു നോ ഈ കസ്റ്റമർ ബാഡ് ആണെന്നുണ്ടെങ്കിൽ വി ഡിഡ്ന്റ് ഹാവ് ടു മാനുവലി ചെക്ക് ദ ടൂൾ ഈസ് ഡൂയിങ് ഫോർ us. റൈറ്റ്. ഇപ്പൊ അവർ കുറെ AI-യും കാര്യങ്ങളൊക്കെ കൊണ്ടുവരണം. ദേ മേക്കിംഗ് ദ ടൂൾ ഈവൻ മോർ ബെറ്റർ. സോ ദേ ഹാവ് അറൌണ്ട് ഐ തിങ്ക് കുറെ ആൾക്കാരുടെ 90 million ആൾക്കാരുടെയോ or 8 million ആൾക്കാരുടെ ഡേറ്റാബേസസ് ദേ ഹാവ്. സോ ഇമാജിൻ ദ കൈൻഡ് ഓഫ് പവർ they have at their scale. They have India's total population under them, full data of their entire purchase history, and other basis there are tool work out. So for RTO again, GoQuick seamlessly works with Shopify. It doesn't work with WooCommerce, it doesn't work for Magento. Custom integrations indavam, but Shopify is just a click of a button, your tool is connected. And you can also have a lot of orders also. If let's say oralde purchase history good aanennundengilum, they might have the COD option, but still the tool will try to convince you to take a prepaid option. Appo avaru parayum COD option available aanu, prepaid available aanu, but if you're taking a prepaid order, I'll give you 5% discount. Customers ലാഭം ഏതാണോ അത് എടുക്കാം. ബട്ട് ദെൻ there are also still people who do. I'm not saying the tool is like 90-100% perfect എന്ന് പറയൂല. There is 5% gap in the tool. ചില നേരത്ത് there is one or two orders gets RTO'd, but still number of orders used to be RTO orders has reduced. അപ്പോൾ this is all possible only with Shopify. പിന്നെ നമുക്ക് ഷോപ്പിഫൈയിൽ പറയാൻ മാർക്കറ്റ് പ്ലേസസ് ആണ്. So your payment gateway, everything is sorted inside GoQuick itself. Commissions you're giving less to these people. So you are cutting down your cost basically. GoQuick ആർക്ക് വേണമെങ്കിലും എടുക്കാൻ പറ്റുമോ? ആർക്ക് വേണമെങ്കിലും എടുക്കാം. But I don't know ഇപ്പൊ അവർക്ക് എന്തെങ്കിലും അങ്ങനെ സ്പെസിഫിക് ഒന്നും അറിയില്ല. But still GoQuick is accessible right now to every single store. Most of the stores use ഇന്നും they are on GoQuick only. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വലിയ വെബ്സൈറ്റ്സ് ഒക്കെ കേറി നോക്കും ഇവർ എന്ത് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നത്. So I also use this tool called as Built With. Built With is a Chrome extension where I used to check what are the different tools they use in their particular Shopify store. അപ്പോൾ ഇതിങ്ങനെ കാണുന്ന സമയത്ത് what happens is that it also allows me to explore new tools also. If let's say I'm finding something very different in whatever Built With is showing me, and Built With is an amazing tool. ഇതിൽ പിന്നെ there is also one more tool called as Cola Inspector എന്ന് പറഞ്ഞൊരു ടൂളും കൂടി ഉണ്ട്. I think that's the name. അപ്പോൾ this also helps you showcase അവരുടെ വെബ്സൈറ്റ്. ബേസിക്കലി your computer analysis ആണ് ചെയ്യുന്നത്. കമ്പ്യൂട്ടർ എന്തൊക്കെ ടൂൾസ് ആണ് യൂസ് ചെയ്യുന്നത്, ടേക്ക് എ ലിസ്റ്റ് ഓഫ് ഇറ്റ്, അനലൈസ് വാട്ട് ടൂൾ ഇസ് ദാറ്റ്, എക്സ്പ്ലോർ. ദാറ്റ്സ് ഹൗ യു ലേൺ എന്തൊക്കെ പുതിയ ടൂൾസ് ഉണ്ടെന്നുള്ളത്. സിമിലർ വെബിനകത്ത് ഫീച്ചർ ഉണ്ട്. കറക്റ്റ്. അപ്പോൾ സിമിലർ വെബ് ഇസ് ഓൾസോ an amazing tool where not only you get the application, കുറെ ഇൻഫർമേഷൻസ് ലൈക്ക് these are all underrated tools which most people don't know about. Even pro version try ചെയ്യാൻ പറ്റും 7 ദിവസത്തേക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് യൂസ് ചെയ്തോ. അതിൽ നമുക്ക് വേണ്ട ആവശ്യമുള്ള data, so you can pick it up from that. So ഇതൊക്കെ കുറെ ആൾക്കാരും പഠിപ്പിക്കണമില്ല. In academies I see a big gap. People don't teach this, right? ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ കമ്പ്യൂട്ടർ ക്ലാസ് എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ പറയും ഗൂഗിളിൽ പോകാൻ സെർച്ച് ചെയ്യാം. ബട്ട് യു ഹാവ് an extra tools like this with similar web, കോല ഇൻസ്പെക്ടർ, ഇതിലൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാം. നമ്മളിപ്പോൾ ഒരു ക്ലയന്റ് ചോദിക്കുകയാണ്, ആ ക്ലയന്റ് ആ ഒരു സ്റ്റോർ ഈ തീമാണ്, അപ്പോൾ കോല ഇൻസ്പെക്ടർ വെച്ചിട്ട് വി കൻ ഫൈൻഡ് വാട്ട് തീം ദേ ആർ യൂസിങ്, വി കൻ റെപ്ലിക്കേറ്റ് ദ സെയിം തീം. ചില ആൾക്കാർ ഇഫ് ദർ ഇസ് എ പർട്ടിക്കുലർ ലേഔട്ട് വിച്ച് ഇസ് വർക്കിംഗ് ഔട്ട് റിയലി വെൽ, you can now copy that also, but in your branding and all those style things. But yeah, that's how it was. So Shopify is a fantastic tool. Payment gateway avate, logistics also. Logistics is very important when it comes to e-commerce. Logistics ayalum Shiprocket avate, Blue Dart avate, DHL avate, they all have direct integration with Shopify. App Store poa, search the delivery partner that you want to tie up with, click here, connect here, your account is created. Then all you have to do is you enter your warehouse address and all the other packaging details and other things. You are good to go. The warehouse എവിടെയാണ് അഡ്രസ് കൊടുത്തിട്ടുള്ളത്, നമ്മൾ അങ്ങോട്ട് പോകണ്ട. So it's very convenient, right? പക്ഷേ ഇത് WooCommerce ആണെന്നുണ്ടെങ്കിൽ അവരായിട്ട് കണക്ട് ചെയ്യണം, പിന്നെ ഇന്റഗ്രേഷൻ ചെയ്യണം, APIs കോൾ ചെയ്യണം, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ബട്ട് ഇൻ Shopify everything gets seamlessly connected. So that is exactly why I recommend the people using Shopify for your e-commerce business, because at the end if കുറെ പ്രശ്നങ്ങളുടെ പിന്നിൽ പോകണ പകരം യു ബെറ്റർ സ്പെൻഡ് സം എക്സ്ട്രാ മണി ആൻഡ് ഡു സംതിങ് ക്വാളിറ്റി ആയിട്ടുള്ള സ്റ്റോർ ബിൽഡ് ചെയ്യാൻ, അതർ ദാൻ പൈസ നോക്കിയിട്ട് കാര്യമില്ല. ബിസിനസ് തുടങ്ങി കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് അബൌട്ട് മണി, ഇറ്റ്സ് അബൌട്ട് ഹൗ ക്വാളിറ്റി വർക്ക് ദറ്റ് യു കൻ ഡു ആൻഡ് വാട്ട് കൈൻഡ് ഓഫ് ക്വാളിറ്റി തിങ്സ് ദറ്റ് യു കൻ ഡു ഫോർ യുവർ ബിസിനസ്. ദാറ്റ്സ് വാട്ട് വിൽ ഹെൽപ്പ് യു സ്കെയിൽ ദ ബിസിനസ്. അല്ലാണ്ട് പിച്ചായിട്ട് ഇരുന്നിട്ട് കാര്യമില്ല, പിശുക്കനായിട്ട് ഇരുന്നിട്ട് കാര്യമില്ല. അറ്റ്ലീസ്റ്റ് സ്റ്റാർട്ട് വിത്ത് Shopify. നമുക്ക് വീഡിയോയിൽ ഷോപ്പിഫൈഡ് അഫിലിയേറ്റ് ലിങ്ക് ഇടാം. Okay, definitely. You can check it out with the affiliate link.
ഓക്കെ. സോ അമിൽ, നമുക്കൊരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ബേസിക്കലി ഈ പർട്ടിക്കുലർ ഫീൽഡിനകത്ത് വരാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് വേണ്ടി നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എന്തൊരു ഫൈനൽ ഒരു സജഷൻസ് കൊടുക്കും? സോ ഇഫ് യു സംബഡി സ്റ്റാർട്ടിങ് ഔട്ട്, ആദ്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്കിൽ ലേൺ ചെയ്യുക എന്നുള്ളത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ആൻഡ് സെക്കൻഡ് തിങ് വിച്ച് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഗോ റോങ് ഇസ് നോട്ട് ഹാവിങ് എ ഗുഡ് റിസർച്ച് ക്വാളിറ്റി, ഓർ അതായത് റിസർച്ച് എങ്ങനെ ചെയ്യണം. ബിക്കോസ് യു ആർ മാർക്കറ്റിംഗ് ടു ഹ്യൂമൻസ്, യു ആർ നോട്ട് മാർക്കറ്റിംഗ് ടു റോബോട്ട്സ്, റൈറ്റ്? അപ്പോൾ ഒരു ഹ്യൂമൻ എങ്ങനെയാണ് ഒരു സാധനം കണ്ടിട്ട് എങ്ങനെ പർച്ചേസ് ചെയ്യും എന്നുള്ളത് യു നീഡ് ടു നോ, റൈറ്റ്? ആഫ്റ്റർ ഓൾ യു ആർ ഓൾസോ ഹ്യൂമൻ, യു നീഡ് ടു നോ വാട്ട് ദ അതർ പേഴ്സൺ തിങ്സ്, റൈറ്റ്? അപ്പോൾ ഈ ഒരു ക്വാളിറ്റി ഐ സീ എ ലോട്ട് ഓഫ് പീപ്പിൾ ഡോണ്ട് ഹാവ്. സോ ഇപ്പോൾ ഞാൻ ഹയർ ചെയ്യുന്ന റിസർച്ചിന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആക്കും, ലൈക്ക് എന്ത് ടൈപ്പ് ഓഫ് റിസർച്ച് ആണ്? സോ ബേസിക്കലി വൺ ഇസ്, ലെറ്റ്സ് സേ നിങ്ങളിപ്പോൾ ഒരു ഇ-കോമേഴ്സ് ബ്രാൻഡിലാണ് വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ, ലെറ്റ്സ് സേ ഇറ്റ് ഇസ് സ്കിൻ കെയർ പ്രൊഡക്റ്റ്, യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ്. ഇപ്പോൾ ഒരു ആലോവേര ജെല്ലെന്ന് ഒരു എക്സാമ്പിൾ എടുക്കാം, റൈറ്റ്? ആലോവേര ജെൽ എടുത്തു കഴിഞ്ഞാൽ അതിന് കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്. യു കൻ യൂസ് ആലോവേര ജെൽ ഇൻ മൾട്ടിപ്പിൾ വേസ്. യു കൻ യൂസ് ഇറ്റ് ഫോർ സ്കിൻ, യു കൻ യൂസ് ഇറ്റ് ഫോർ യുവർ ഹെയർ, ഓക്കെ? യു കൻ ഓൾസോ യൂസ് ഇറ്റ് ആസ് എ മോയ്സ്ചറൈസർ, ഓക്കെ? അപ്പോൾ ഇത് ഒരാൾ മനസ്സിലാക്കണം, ഒരാൾ എന്തിനാണ് ആലോവേര യൂസ് ചെയ്യുന്നത്, റൈറ്റ്? വൈ ഡു ദേ യൂസ് ഇറ്റ്? വൈ ആർ ദേ നോട്ട് യൂസിങ് an actual moisturizer rather than using an aloe vera for actually moisturizing your skin, right? There are certain reasons for it, there are several benefits out of it. അത് ആദ്യം പഠിക്കാം, റൈറ്റ്? ഒരു പ്രൊഡക്റ്റ്, ഇറ്റ്സ് നോട്ട് ഓൺലി ഫോർ ഇ-കോമേഴ്സ്, നിങ്ങൾ സാസ് ആവട്ടെ, ഒരു സർവീസ് ഇൻഡസ്ട്രി ആവട്ടെ, വാട്ട് ഈസ് ദാറ്റ് വൺ തിങ് ദാറ്റ് യു ക്യാൻ ഗിവ് ഇറ്റ് ടു യുവർ കസ്റ്റമർ? അതാണ് ശരിക്കും യു വിൽ ഹാവ് ടു പ്രൊജക്ട് യുവർ കസ്റ്റമർ ഓൾസോ. ആ പ്രൊഡക്റ്റ് ഓർ ആ സർവീസ് ഒരാൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് ദ ഔട്ട്കം ദേ ഗെറ്റ്? ബിക്കോസ് ഔട്ട്കം ബേസ് ചെയ്തിട്ടാണ് ഒരാൾ പർച്ചേസ് ചെയ്യണോ വേണ്ടോ എന്നുള്ളത് ഡിസൈഡ് ചെയ്യാം. അല്ലാണ്ട് ചുമ്മാ ആരും കയറിയിട്ട് ഒരു പർച്ചേസ് ചെയ്യൂല, റൈറ്റ്? ഇത് സ്കിൻ കെയറിൽ അങ്ങനെയാണ്. അപ്പാരൽസിൽ ഇറ്റ്സ് മോർ അബൌട്ട് ടു തിങ്സ്. വൺ ഇസ് കംഫർട്ട്, വൺ ഇസ് ലൈഫ് സ്റ്റൈൽ ചേഞ്ച്. അതായത് ഇപ്പോൾ ഒരാൾ ഒരു ഷൂ ഇടുകയാണെങ്കിൽ, ഓർ ലെറ്റ്സ് സേ ഒരു ടീഷർട്ട് ഇടുകയാണെങ്കിൽ, ഷർട്ട് ഇടുകയാണെങ്കിൽ, ഇസ് ഇറ്റ് ചേഞ്ചിങ് ദ ലൈഫ് സ്റ്റൈൽ? ദാറ്റ്സ് വാട്ട് യു വോണ്ട് ടു പ്രൊജക്ട്. അല്ലാണ്ട് അതിൽ 6 ബട്ടൺ ഉണ്ട്, ഫുൾ സ്ലീവ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ദാറ്റ്സ് നോട്ട് ദ USP. ഫീച്ചേഴ്സ് അല്ല. ഒരു അപ്പാരൽ, സ്പെസിഫിക് അപ്പാരൽ എടുക്കുകയാണെങ്കിൽ ഇറ്റ്സ് ഓൾ അബൌട്ട് സ്റ്റൈൽ, ഇറ്റ്സ് ഓൾ അബൌട്ട് ദ ലൈഫ് സ്റ്റൈൽ ചേഞ്ച്, ഇറ്റ്സ് ഓൾ അബൌട്ട് ഹൗ യുവർ പേഴ്സണാലിറ്റി ചേഞ്ചസ് വെൻ യു വെയർ സംതിങ്, റൈറ്റ്? അതായത് നമ്മൾ അപ്പാരൽ ഒരു ഡ്രസ്സ് ഇടണം എന്തിനാ, ഷർട്ട് ഇടണം എന്തിനാ? നമ്മളെ നന്നായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ്, റൈറ്റ്? സോ ഇഫ് സംബഡി ഈസ് നോട്ട് ടോക്കിംഗ് അബൌട്ട് ദാറ്റ്, റാദർ ദാൻ ജസ്റ്റ് സേയിങ് എന്നൊരു ഷർട്ട് ഉണ്ട്, എന്നൊരു പാൻറ് ഉണ്ട്, അത് പറഞ്ഞിട്ട് കാര്യമില്ല. നോബഡി ഈസ് നോട്ട് കോമൺ ബൈ, ബിക്കോസ് അപ്പാരൽസും ദർ ആർ സോ മെനി കോമ്പറ്റീറ്റേഴ്സ് ഔട്ട് ദർ. ഇപ്പോൾ ടീഷർട്ട്സ് ആയാലും ദർ ഈസ് ബ്രാൻഡ് ലൈക്ക് സോൾ സ്റ്റോർ, ദർ ഈസ് ബ്രാൻഡ് ലൈക്ക് മാർച്ച് ടീ, ഇവരൊക്കെ നല്ല പ്രീമിയം പ്രൊഡക്ട്സ് ആണ്. ബട്ട് people, ഞാൻ സോൾ സ്റ്റോറിൻ്റെ ഒരു ബിഗ് ഫാനാണ്, ടു ബി വെരി ഓണസ്റ്റ്. ഐ ഹാവ് അറൌണ്ട് 15 ടീഷർട്ട്സ് ജസ്റ്റ് ഫ്രം സോൾ സ്റ്റോർ. റീസൺ ബീങ് ഇസ് ഐ എം എ ബിറ്റ് ബിഗർ ഗൈ, ഐ നീഡ് എ ബിഗ് സൈസ് ടീഷർട്ട്, ഐ നീഡ് എ പ്ലെയിൻ ടീഷർട്ട്, ഐ നീഡ് ഡിസൈൻസ് ദാറ്റ് ഐ ലൈക്ക്, എവറിത്തിങ് സോൾ സ്റ്റോർ. അപ്പോൾ എൻ്റെ പർപ്പസ് അവിടെ ഫുൾഫിൽ ആവുന്നു. സോ റിസർച്ച് എന്ന് പറയുമ്പോൾ ദീസ് ആർ ദ മേജർ തിങ്സ്. എവിടെയാണ് ഒരാൾ ഹാങ് ഔട്ട് ചെയ്യണത്, വിച്ച് ചാനൽസ് ഡു ദേ സ്പെൻഡ് most amount of their time, what kind of products are they using, what kind of interest they have, what kind of problems do they have. ഇപ്പോൾ അഗെയിൻ സ്കിൻ കെയറിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ there will be people who are having acne prone skin. അപ്പോൾ അതിന് എന്തൊക്കെയാണ് ഇതുള്ളത്? Does our product solve that particular problem? Everybody buys product to solve a particular problem. If there is a problem, അതിന് സപ്പോർട്ടിംഗ് ആയിട്ട് ഏതെങ്കിലും പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ that's when a person particular buy. Nobody buys it out of interest, or there are certain products where people buy it for impulsive manner buy ചെയ്യും. ബട്ട് അതൊക്കെ ചില ടെമ്പററി റീസൺസിനാണ് ബൈ ചെയ്യാം, റൈറ്റ്? ദേ വോണ്ട് യൂസ് ഇറ്റ് ആഫ്റ്റർ ദാറ്റ്. ബട്ട് ഒരു സ്കിൻ കെയർ ആകുമ്പോൾ ഇറ്റ്സ് ലൈക്ക് ദേ ആർ അപ്ലൈയിങ് ടു ദ ഫേസ്, ഇറ്റ്സ് ദെയർ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് അഗെയിൻ ഓവർ ദർ. അപ്പോൾ അവിടെ ഒരു മാർക്കറ്ററിന് ഏറ്റവും ഗുഡ് ക്വാളിറ്റി സ്കില്ല് വേണ്ടത് റിസർച്ചിലാണ്. സോ വാട്ട് എവർ ഞാനിപ്പോൾ പറഞ്ഞ കാര്യം റിസർച്ച് ചെയ്തിട്ടാണ് യുവർ creatives are built, because in if you are marketing any product, your first touch point with the customer is your ad, right? Ad the creatives are, right? ഇന്നത്തെ കാലത്ത് everything is run on broad. It's not the campaign that I also run currently mostly are on broad targeting, but we work on our creatives mostly. അവിടെ നമ്മൾ മെസ്സേജിങ്ങും ഓഫറും അതിൻ്റെ പെയിൻ പോയിന്റ്സും അവർക്ക് പ്രോബ്ലം ഉണ്ടെന്നുള്ളത് we have to inform them, and ആ പ്രോബ്ലത്തിന് സൊല്യൂഷൻ ഉണ്ടെന്ന രീതിയിൽ. This is exactly where research comes into. So ഞാനിന്ന് ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെയാണ്, like I spend, or my entire team spends 80% of their time on research. 20% is where we spend actually on the ad account. Our 80% works into coming up with creatives, coming up with ideas, understanding customers' pain problems, അതിനുള്ള ആൻസേഴ്സ് കൊടുക്കുക, അതിനുള്ള സൊല്യൂഷൻസ് കൊടുക്കുക. So this is exactly where research comes into play. So first is skill,
Second is you need to become a good researcher, and you cannot become a good researcher from day one. It takes a lot of time. You have to understand Gradually various എവിടെ പോയി കഴിഞ്ഞാലാണ് എനിക്ക് ഈ ഇൻഫർമേഷൻസ് കിട്ടുക. And certain times what we usually do is we also directly call our existing customers to take some service, because എനിക്ക് അവിടെ ഓൾറെഡി എൻ്റെ actual target audience അവിടെ ഉണ്ട്. I also spend time with some of the my client, എൻ്റെ ക്ലയൻസിന്റെ തന്നെ കസ്റ്റമേഴ്സ് ഞാൻ തന്നെ പേഴ്സണലി വിളിക്കാറുണ്ട്. Hi ma'am, I'm calling from so and so brand. You had recently purchased this particular product. How are you feeling? Is there any we know if there is anything good, then you will have some positive thing. We want to know the negative side of things. I am positive ചോദിക്കാറില്ല. I only ask the negative. എന്താണ്, what do you feel negative about the brand? അപ്പോൾ അത് അവർ എന്നോട് പറയുമ്പോൾ then I go back to the founder and say that hey, നിങ്ങളുടെ ബ്രാൻഡിൽ ഇതൊരു നെഗറ്റീവ് പോയിന്റ് ഉണ്ട്. How can we fix this? Not every single agency does this actually, right? This is where exactly people have a lot of gaps. Agency ayalum, freelancers ayalum, you always have to take that one extra step to, because at the end, as a freelancer or as an agency, you always have to focus on the growth side of the brand. Allande pani eduthu paisa undakka ennalladalla. Avarum grow avana vannale nammal, if they are growing, eventually they will take care of you for sure. എൻ്റെ ഇപ്പോഴുള്ള എല്ലാ ക്ലയൻസും അങ്ങനത്തെ ഒരു എൻവിറോൺമെന്റ് നിന്ന് വന്ന ക്ലയൻസ് ആണ്. if they are growing, they are willing to invest on us no matter what. They don't want to leave me. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഞാൻ ഇരിക്കുന്നത്, റൈറ്റ്? ബട്ട് മേ ബി ഇറ്റ്സ് ബിക്കോസ് ഞാൻ ഇത്രയും വർഷത്തിൽ ഐ ഹാവ് ബിൽഡ് ദാറ്റ് കൈൻഡ് ഓഫ് വേ, ഓർ മേ ബി ഐ എം വർക്കിംഗ് വിത്ത് മൈ ക്ലയൻസ്, ദേ ആർ ഫീലിംഗ് ഹാപ്പി. സോ it's always okay to take that extra step for your client. There's nothing wrong with it. Your client is not going to scold you. Your client is not going to say that idonnu nee cheyan paadilla, right? If you find there is a growth opportunity, or if you find there is a particular thing, if you do can help you get some insights, go for it. Nobody is going to say no, right? ഇതൊക്കെയാണ് മിക്ക ആൾക്കാരും ചെയ്യാത്ത കാര്യം, right? So this is what I am trying to do in my company and with my brands, with my clients. So I take care of my client as a baby. അതായത് ഒരു ബ്രാൻഡ് വന്നു കഴിഞ്ഞാൽ അതിന് എൻ്റെ ഓൺ ബ്രാൻഡ് ഓർ എൻ്റെ സ്വന്തം കൊച്ചാണെന്ന് ജസ്റ്റാണ് ചെയ്തത്. ദാറ്റ്സ് വെൻ യു ഗിവ് എക്സ്ട്രാ കെയർ ഫോർ യു. വേറെ ആരെങ്കിലും നമ്മുടെ ക്ലയൻ്റ് ആണെന്ന് പറഞ്ഞ് വിചാരിച്ചാൽ നോബഡി വിൽ ഗിവ് ദാറ്റ് എക്സ്ട്രാ കെയർ, റൈറ്റ്? എക്സ്ട്രാ കെയർ കൊടുക്കുമ്പോൾ ഐ ഹവ് സീൻ റിസൾട്ട്സ് ബെറ്റർ. സോ എൻ്റെ ഇതിലായാലും ഞാൻ കുറേ ക്ലയൻസായിട്ട് വർക്ക് ചെയ്യാൻ എനിക്കൊരു താല്പര്യമില്ല. ഐ ഡോണ്ട് വോണ്ട് ടു വർക്ക് വിത്ത് ലോട്ട് ഓഫ് ക്ലയൻസ്. ഐ വോണ്ട് ടു വർക്ക് ഓൺലി വിത്ത് ലിമിറ്റഡ് ക്ലയൻസ് ആൻഡ് ഗിവ് ദം ബെറ്റർ റിസൾട്ട്സ്, right? At the end they should be happy, right? Clients happy ആണെന്നുണ്ടെങ്കിൽ I'm sure they will also do good things for us. ഇന്നുവരെയ്ക്ക് എനിക്ക് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് വന്നിട്ടുള്ളൂ. ഞാൻ ഇതുവരെയ്ക്ക് ആരൊക്കെ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടോ, ഐ ഓൾവേസ് മേഡ് ഷുവർ ഐവ് ഗിവൻ ദം എ ഗുഡ് എക്സ്പീരിയൻസ്. ബട്ട് there is also at the same time there are also times where I haven't been able to give results for the clients also. പക്ഷേ എനിക്കൊരു ക്ലയൻറ്റ് റിസൾട്ട് കൊടുക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ I eventually tell them എനിക്കിത് പറ്റുന്നില്ല, I don't think I'm fit to do this. And it's okay to be transparent. അല്ലാണ്ട് ക്ലയൻറ്റ് അടുത്ത് നിങ്ങൾ ട്രാൻസ്പെറൻറ്റ് ആവാണ്ട് നിങ്ങൾ ആരുടെ പോയി പറയാനാണ്? ചുമ്മാ പൈസ മേടിക്കുന്നതിൽ കാര്യമില്ലല്ലോ, റൈറ്റ്? ഇഫ് യു ആർ നോട്ട് ഏബിൾ ടു ഡു സംതിങ്, ലെറ്റ് ദം ഗോ ആൻഡ് എക്സ്പ്ലോർ അനദർ ഏജൻസി ഓർ അനദർ ഫ്രീലാൻസർ, ലെറ്റ് ദം ഡു ഇറ്റ്. പൈസ ക്ലയൻറ്റ് പോയി കഴിഞ്ഞാൽ എൻ്റെ പൈസ പോകുന്ന ആലോചിച്ചുകൊണ്ടാണ് തെറ്റ്. ഇഫ് യു ആർ നോട്ട് ഏബിൾ ടു ഗിവ് ദം റിസൾട്ട്സ്, ഡയറക്ട്ലി ബി ഓപ്പൺ ടു ദം, ടെൽ ഇറ്റ് ടു ദം, ലെറ്റ് ദം ഗോ. അല്ലാണ്ട് നമ്മളിങ്ങനെ പിടിച്ചിട്ട് ലാസ്റ്റ് നമുക്ക് തലവേദനയാവും. ആൻഡ് ഐ ഹാഡ് ദോസ് സിറ്റുവേഷൻസ് ഓൾസോ ഇൻ മൾട്ടിപ്പിൾ കമ്പനീസ് ദാറ്റ് ഐ വർക്ക് വിത്ത്. അപ്പോൾ ദാറ്റ് ഈസ് വൺ തിങ് ദാറ്റ് ഐ ഓൾവേസ് അഡ്വൈസ്. നിങ്ങൾക്കൊരു ആൻഡ് വൺ മോർ തിങ് ദാറ്റ് ഐ വോണ്ട് ടു ആഡ് ഇസ് ദാറ്റ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പണി മാത്രം എടുത്താൽ മതി. ഓക്കെ, വെറുതെ തലയിൽ കയറ്റി വലിച്ചു കയറ്റി വെക്കല്ലേ. സോ ഐ ഹവ് സീൻ പീപ്പിൾ ഡൂയിങ് ദിസ് ബിക്കോസ് എനിക്ക് പൈസ ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് അറിയില്ലെങ്കിലും എടുക്കും. ഓക്കെ, എടുത്തു കഴിഞ്ഞിട്ട് യു ഹാവ് ടു ഫിഗർ ഔട്ട് ചെയ്യാൻ അവർക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ ദെൻ നിങ്ങൾ വലിയ പ്രശ്നത്തിലാവും ലാസ്റ്റ്. ക്ലയൻസ് നല്ലോണം ചാകും. ഓക്കെ, ബട്ട് ഇഫ് യു ആർ വെരി കോൺഫിഡൻറ്റ്, only then take a client. Don't take all the client that comes in. This is my open feedback to every agency out there, right? Don't take clients that comes, ella clients edukanda. Take only clients whom give you your are very filter. confident. I have a filtering process. Yeah, I don't even take calls whichever gets booked. I have in the calendar and call list, I mean booking form ഉണ്ടാക്കിയിരിക്കുന്നത്. I have certain questions. If the client doesn't fill the information correctly, I don't take the call. അവർക്ക് ആ ഒരു ഫോം ഫില്ല് ചെയ്യാത്ര സമയം ഇല്ലെന്നുണ്ടെങ്കിൽ then they are not gonna spend time with me also. So these are minute things that and I ask very genuine questions only. എത്ര റവന്യൂ ഉണ്ട്, what is your goal, what is the current problem, എന്താണ് ഇപ്പോൾ ഏതിലാണ് സ്റ്റോർ ബിൽഡ് ചെയ്തിട്ടുള്ളത്. I have several filters. So ഒരു ക്ലയന്റ് ഒരു ഫോം ഫില്ല് ചെയ്യേണ്ടത് വെച്ചിട്ട് നമുക്ക് അറിയാം അവർ സീരിയസ്നെസ് എത്രയാണ്. സോ ദാറ്റ് ഇസ് സംതിങ് അഗെയിൻ ഇതും കുറെ ആൾക്കാർ ചെയ്യുന്നില്ല. അവരിങ്ങനെ ഇൻസ്റ്റാഗ്രാമിലും ലിങ്ക്ഡിനിലും വരുന്ന ലീഡ്സ് എടുത്തിട്ടാണ് ചെയ്യുക. ബട്ട് എനിക്ക് ഏതൊരു ലീഡ് വന്നാലും ഐ സെൻഡ് മൈ കാലണ്ടറി ലിങ്ക്, യു ബുക്ക് എ കോൾ ത്രൂ ദിസ് ലിങ്ക്. അപ്പൊ അതിൽ തന്നെ അറിയാം അത് ഇന്റന്റ് ഉള്ള ലീഡാണോ
ഓർ ചുമ്മാ ടൈം പാസിന് വന്നിട്ട് കൊട്ടേഷൻ ഇങ്ങനെ കുറെ ക്ലയൻസ് ഉണ്ടോ വന്നിട്ട് കൊട്ടേഷൻ പഠിച്ചിട്ട് ലാസ്റ്റിൽ ഗോസ്റ്റ് ചെയ്യും. സോ ഞാൻ ആ കാര്യത്തിലൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. എനിക്ക് ഞാൻ ചോദിച്ച കാര്യത്തിന് മറുപടി ഉണ്ടെങ്കിൽ ഇത് ഒരു എന്താ പറയാ, ഇറ്റ്സ് നോട്ട് ഈഗോ അങ്ങനെ സാധനം ഒന്നും അല്ല കേട്ടോ. ഐ ഓൺലി വോണ്ട് ടു വർക്ക് വിത്ത് ഗുഡ് ക്ലയൻസ്. അപ്പോൾ അതിന് ആ ക്ലയന്റിന് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ക്ലയൻസ് ഉണ്ടായാൽ മതി. ചില ആൾക്കാർ ഇത് അഫൻഡ് ആവും നമ്മളിങ്ങനെ ക്വസ്റ്റൻസ് ചോദിക്കും. ബട്ട് ഐ ആം വെരി സ്ട്രേറ്റ് ടു മൈ പോയിന്റ്. നിങ്ങൾക്ക് ഇത് ഫില്ല് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഐ എം okay to take a call, because unless and until you tell me what exactly is your problem, how will I know? It's like going to a doctor, right? ഡോക്ടറിന്റെ അടുത്ത് പോയിട്ട് എനിക്ക് പ്രശ്നം ഒന്നും എന്താ പ്രശ്നം എന്ന് പറഞ്ഞിട്ട് how will the doctor treat you? Correct. Right? And doctors എപ്പോഴും പറയും don't hide anything from a doctor or a lawyer. I mean, not only doctors, I will statement never hide anything from a doctor and a lawyer. So ഇതൊക്കെയാണ് എൻ്റെ basic advices to freelancers or students who are passing out or agencies who are watching this video. So I think I hope I answered your question right. Okay, my last question. If somebody wants to connect with you, how they can come and connect with you? Yeah, so you can eventually connect with me on Instagram. My Instagram handle is emileji.co. That's my Instagram handle. Or you can search me on LinkedIn also. നിങ്ങൾ ഇതിന്റെ ഗൂഗിളിൽ സെർച്ച് ചെയ്താലും മതി. മൈ എൻറ്റയർ EMILEJI എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ ഫുൾ ചരിത്രം ഗൂഗിളിൽ നിന്ന് കിട്ടും. സോ മൈ എൻറ്റയർ ഗൂഗിൾ ഫസ്റ്റ് പേജ് ഇസ് ഫുള്ളി ഓപ്റ്റിമൈസ്ഡ് ഫോർ വിത്ത് മൈ കോണ്ടന്റ്. എൻ്റെ വെബ്സൈറ്റ് കിട്ടും, ലിങ്ക്ഡിൻ പ്രൊഫൈൽ കിട്ടും, ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ കിട്ടും, പിൻട്രസ്റ്റ് കിട്ടും, എവറിഥിങ്. wherever you want to go, you can go and check about me, and then you guys can connect with me. So yeah. Okay, that was great session. So Emil, thanks for joining Aviv Digital Talk Show. Yeah. So we try to get more new gen marketers to this talk. The session was spent too So long. at least we wanted to feel like our audience need to feel like this like more informative kind of session. And we haven't talked more into technical part, but it's like a starting base how എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. പിന്നെ e-commerce is very interesting field ആണ്. So everybody has to be like and the futuristic ഒരു സെക്ഷനും ആണ് മാർക്കറ്റിംഗ് അത്. So hope you guys are enjoyed our talk show. If you have any comment and any suggestions or any question, you can connect directly to Emil, or you can leave a comment below in the video, or you can connect us. Go to avivdigital.in and give a form fill, and we'll connect with you guys. So that's it. Let's wind it up. Thanks Emil for coming in. Bye bye. See you guys. Thank you so much for inviting me.